ആ എന്താ പറഞ്ഞ? എൻ്റെ പേര് നാസർ എന്നാണ്. ആ വിശ്വാസിയാണ്. ആ പറയൂ. ഞാനിപ്പോ ഇങ്ങനെ വീഡിയോസ് എല്ലാം കാണലുണ്ട്. ആ മറ്റേ രാഹുൽ ഈശ്വറുമായിട്ടുള്ള സംവാദമെല്ലാം കണ്ടിരുന്നു. ആ അപ്പൊ ഞാനിപ്പോ ഒരു ഒരു 2 ദിവസം മുമ്പോ അല്ല മറ്റോ ഒരു ആള് വിളിച്ചിട്ട് പറഞ്ഞു ആ ഒരു വല്യപ്പാനോടെല്ലാം ഉണ്ടല്ലോ ചോദിച്ച് ലിയാഖത്തലിന്റെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് അത് ആ പൂർണ്ണ ശരിയാണെന്ന് തോന്നിയത്. ആ തിരക്കിലാ. അല്ലല്ല, പറഞ്ഞോളി. ഉം. അപ്പോ ഒറ്റയ്ക്ക് ഇങ്ങനെ കേട്ടപ്പോ ഇങ്ങനെ ഒന്ന് വിളിച്ചു നോക്കാന്ന് വിചാരിച്ചു. ശരി. ഏതാണ് ശരി, എന്താ ശരി എന്ന് അറിയാൻ വേണ്ടിട്ട്. ഏതിനെ കുറിച്ച് ഞങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കണേ ചോദിച്ചോളേ. അറിയണാണെങ്കിൽ പറയാം നമുക്ക്. അല്ല ഞാനിപ്പോ നിങ്ങൾ മുലകുടിന്റെ എന്തോ ആ സുഹൃത്ത് ചോദിച്ചപ്പോ ആയിഷ ആയിഷ അത് കൊടുത്തിനൊക്കെ പറയാൻ കേട്ടു. ഞാൻ പറഞ്ഞല്ലോ, ഹദീസിലുണ്ടെന്ന് ഫൈസൽ മൗലവി പറഞ്ഞല്ലേ. ആയിഷ കൊടുത്തിനെന്ന് പറഞ്ഞോ? ആയിഷ മുലകുടി കൊടുത്തിന്നൊന്നും ഞാൻ സഹോദരന്മാർ അങ്ങനെയല്ലേ? പറഞ്ഞില്ലല്ലോ. ആയിഷ ഇപ്പൊ നിങ്ങൾ മുതിർന്ന പറഞ്ഞല്ലോ ആളുകൾക്ക് അത് കൊടുക്കാൻ ആയിഷന്റെ. പറ്റുമെന്ന് ഹുക്കം എടുത്തു എന്നല്ലേ പറഞ്ഞ. ആയിഷ കൊടുത്തിന്നു ഞാൻ പറഞ്ഞോ? ആയിഷ അങ്ങനെ ഇപ്പൊ ആ സഹോദരനോട് പറഞ്ഞ അങ്ങനെയല്ലേ ആയിഷയും കൊടുത്തിന്. ഞാൻ പറഞ്ഞോ? ആയിഷ ഞാൻ കേട്ടിട്ടൊന്നുമില്ല, ആയിഷാന്റെ അതുകൊണ്ട് താത്താരോട് കൊടുക്കാൻ പറഞ്ഞിരുന്നു, കാക്കാന്റെ മക്കളോട് കൊടുക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ആവുമ്പോ പുള്ളി ആങ്ങളെ ആവുമല്ലോ, അതിന് വേണ്ടിട്ട്, അമ്മാവനും അമ്മായിയൊക്കെ ആവാൻ വേണ്ടിട്ട്. എന്താണ് ഇപ്പൊ നിങ്ങളെ ഡൗട്ട് എന്താ അതിനകത്ത് പറയും? അല്ല ഞാൻ ചോദിച്ചത് ആയിഷ എന്തെടുത്ത് വെച്ച് എങ്ങനെയാണ് കൊടുക്കാനാണ്? ചെയ്തത്. അതായത് ചോദിച്ചത് അതുപോലെ എങ്ങനെയാണ് കൊടുക്കാൻ അങ്ങനെ ആയിഷ കൊടുത്തിരുന്നെന്ന് പറയുന്ന ആൾക്കാർ ചിലപ്പോ ഉണ്ടാവും. എന്റെ അഭിപ്രായം അതല്ല. ആയിഷക്ക് അങ്ങനെ ആരെങ്കിലും സ്വന്തം അരികത്തേക്ക് വിളിക്കണം എന്ന് തോന്നുന്ന അന്യപുരുഷന്മാരുണ്ടെങ്കിൽ ആ അന്യപുരുഷന്മാർക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്താത്തമാരോട് ഏൽപ്പിക്കുമായിരുന്നു എന്നാണ്. ഇത്താത്തമാര് അത് കൊടുക്കും. അപ്പൊ ആയിഷക്ക് അത് അന്യപുരുഷന്മാരൊക്കെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനോ പിന്നെ നെഫ്യോ പേരക്കുട്ടിയൊക്കെ ആയി മാറും. അപ്പൊ അവർക്ക് അകത്തേക്ക് പ്രവേശിക്കാം. അതായിരുന്നു ആയിഷന്റെ ഹുക്കം. അതന്നെയല്ലേ ഞാനും പറഞ്ഞേ. പോട്ടെ. അല്ല നിങ്ങള് ആയിഷ കൊടുത്തിനെന്നാ പറഞ്ഞേ. ഞാൻ ഒന്നും കൂടി ആ ഞാൻ വീഡിയോ പറഞ്ഞതാ. കേട്ടോട്ടെ, എന്നിട്ട് ഞാൻ പിന്നെ പറയാം. ഇപ്പൊ നിങ്ങൾ ആ എന്താണ് ഇപ്പൊ സഹോദരനോട് ആയിഷ സഹോദരൻ. കൊടുത്തിരുന്ന എനിക്കിപ്പോ അതിന് ഇത് എന്തും വെച്ചെടുത്തിട്ട് കൊടുക്കും. അപ്പൊ അതാ മനസ്സിലായോ? ഞാനും എനിക്കും ഉം. ഡൗട്ട് വന്നത്. ഉം. അതാ ചോദിച്ചത്. ഇപ്പൊ ഇതില് പിന്നെ ഇത് അത് എനിക്ക് വേണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് എനിക്കും അറിയില്ല കേട്ടോ. അതിൽ ചിലപ്പോ പണ്ഡിതന്മാരല്ലേ, പണ്ഡിതന്മാരെക്കാണ്ട് വിശദീകരിച്ച ചിലപ്പോ അത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കുടിച്ചാൽ മതി എന്നാവും. ഒന്നും പറയാൻ പറ്റില്ല ഇവരുടെ ഇന്നത്തെ കാലത്തല്ലേ. ഉം. ഞാൻ ചോദിക്കുന്നത് മതം മറ്റേത് എങ്ങനെ മതം ഉണ്ടാവും? ഇങ്ങനെ ഇപ്പൊ ആയിഷ ചെയ്തിരുന്നു ഹദീസിലുള്ളതിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താ? അതായത് അന്യപുരുഷന്മാരെ തന്റെ അരികിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ തനിക്ക് അടുത്തിരുന്ന് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന അന്യപുരുഷന്മാരെ കുറിച്ച് ആയിഷ സ്വന്തം ഇത്താത്താമാരെ വിളിച്ചിട്ട് പാല് കൊടുക്കാൻ പറയുമായിരുന്നു, അങ്ങനെ കൊടുപ്പിക്കുമായിരുന്നു എന്നൊക്കെയാണ് പറയണത്. വേറൊരു ഹദീസിലുള്ളത് ആയിഷ ഒരു ദിവസം വീട്ടിലിരിക്കുന്ന സമയത്ത് ആയിഷാന്റെ കൂടെ വേറെ ഏതോ ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു. അപ്പോ അവിടത്തേക്ക് നബി കയറി വന്നു. നബി കയറി വന്നപ്പോ അവിടെ ഒരു ചങ്ങാതിന്റെ കൂടെയാണ് ആയിഷ ഇരിക്കുന്നത്. അപ്പൊ മുഹമ്മദ് നബിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. മുഹമ്മദ് നബിയുടെ മുഖം കുറച്ച് ആ നീരസം പ്രകടമായി. അപ്പൊ ആയിഷ പറഞ്ഞു, ഇത് മുലകുടി ബന്ധത്തിലുള്ള എന്റെ സഹോദരനാണെന്ന് പറഞ്ഞു. അപ്പോ ആയിഷാനെ നബി ഉപദേശിച്ചു പോലും, മുലകുടി ബന്ധത്തിലുള്ള സഹോദര്യം എങ്ങനെ വരിക എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കണം. അത് ചെറിയ കുട്ടിയാകുമ്പോ വിശപ്പിന് മാറാൻ പാല് കുടിച്ചാലേ ആവുള്ളൂ എന്ന് ആയിഷാനെ നബി തിരുത്തുന്നതായിട്ടൊരു ഹദീസും ഉണ്ട്. അതിനെ നിങ്ങൾ കുറിച്ചൊക്കെ എന്താ പറഞ്ഞത് നിങ്ങളെ അഭിപ്രായം? അപ്പൊ നിങ്ങൾ നമ്മള് പറഞ്ഞ ലോജിക്കാകുന്നില്ലല്ലോ. എന്താ ആയിഷാന്റെ മുലകുടി സഹോദരൻ എന്ന് പറയുമ്പോൾ ആയിഷാന്റെ ഉമ്മാന്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആരെങ്കിലും കുടിക്കണ്ടേ? ആയിഷാന്റെ കുടിച്ചാൽ സഹോദരനാവില്ല. ആയിഷന്റെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ വെറുതെ എവിടെന്നെങ്കിലും കേട്ടതിനിപ്പോ ഞാൻ ഉത്തരവാദം പറയല്ലോ. അതെ, എന്താണ് സഹോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ആരായിരിക്കണം? അതെന്താ? ആയിഷാൻ ആയിഷാന്റെ ഉമ്മാന്റെ കുടിച്ചതാണെങ്കിലല്ലേ സഹോദരനാവുള്ളൂ. ആ പെങ്ങന്മാരുടെ അപ്പൊ കുടിച്ചാ ആയിരിക്കും എന്താവും? തെറ്റുണ്ടാവുക. ആവില്ല. ആയിഷാന്റെ താത്താമാരുടെ കുടിച്ചാൻ പോരെ? കാക്കാന്റെ പോരാലോ. മക്കളുടെ കുടിച്ചാ പോരെ? മതിയല്ലോ. പോരാ പോരാലോ മതി സഹോദരനെ മതി ആവുക. മതി. അതിന് ആങ്ങളെ ആവണമെന്നില്ലല്ലോ. ആങ്ങളെ അത് നിങ്ങൾ അമ്മാവനോ ആരും ആവാം.
അല്ല അത് ആങ്ങളെയോ നമ്മളത് അമ്മാവനോ കഴിക്കുക. നെഫ്യോ ആരായാലും മതി. ഓ, ഒക്കെ അതില്ല, അങ്ങനെ ഇല്ല. അതൊന്നും എന്ത് നമ്മള് എന്താവൂലെന്ന് എന്താവൂലെന്ന് പറഞ്ഞപ്പോ നിങ്ങള്, അതായത് ഈ ഹദീസ് ഉണ്ടായില്ല എന്നാണോ നിങ്ങൾ പറയണത്? ഹദീസിൽ അങ്ങനെയൊന്നുമില്ല. ഹദീസിൽ മുലകുടി വന്നതിനെ പറ്റിയുള്ള ഉം. ഒരു ഹദീസാണ് അത്. ഞാൻ ഈ അതായത് പറഞ്ഞ ചില ഹദീസ് കുട്ടികളെ ഉണ്ടോ? അതായത് പിന്നെ എന്താ പറയാ, ഇങ്ങനെ ആയിഷ ഇതിൽ നിന്ന് ഹുക്കും എടുത്തു എന്നുള്ളത് ഞാൻ വെറുതെ പറഞ്ഞാണോ? ഹദീസിലില്ലാത്തതാണോ? നിങ്ങൾ എങ്ങനെ എന്തായി പറയണേ? അതായത് ആർക്കും മുതിർന്ന പുരുഷന്മാരെ പിന്നെ മുലകുടി ബന്ധത്തിലുള്ള മക്കളോ ആങ്ങളെയോ ആക്കണമെങ്കിൽ മുതിർന്ന പൗരന്മാർക്കും മുതിർന്ന ആൾക്കാർക്കും ഇങ്ങനെ പാല് കൊടുക്കാൻ പറ്റും എന്നുള്ള മതവിധി ആയിഷ അബൂ സാലിമിന്റെ വിഷയത്തിൽ നിന്ന് എടുത്തു എന്ന് ഞാൻ പറഞ്ഞാണോ? അത് അബൂ സാലിമിന്റെ മാത്രമേ ഉള്ളൂ. അല്ല. അവിടെ അവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ല. പറയുന്നുണ്ടല്ലോ, നബി പറഞ്ഞല്ലോ എന്ത്? ആയിഷനോട്, ചെറിയ കുട്ടികൾ മുല കുടിക്കുന്നതാണ് സഹോദരനായി വരിക എന്നുള്ളത്. അത് നബി പിന്നെ പറഞ്ഞു കൊടുത്തായിരിക്കും. ആ, പക്ഷെ ആയിഷ ഇത് ഇങ്ങനെ അവിടെ ചെയ്തിരുന്നു അവിടെ എന്നും ബാക്കിയുള്ള ഭാര്യമാർക്കൊന്നും അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നും അങ്ങനെ ആരും ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരില്ല എന്നും മുഹമ്മദ് നബിയുടെ വേറെ ഭാര്യമാര് പറഞ്ഞതായിട്ടും ഹദീസിലുണ്ടെന്നാണ് പറഞ്ഞത്. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയൊന്നുമില്ല. ഹദീസിലുള്ളത് ഹദീസ് നിങ്ങളെ വീഡിയോ അതൊന്നുമില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ഹദീസിന്റെ വിത്ത് റെഫറൻസ് ഞാൻ ആ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ടല്ലോ. എന്ന് മാത്രല്ല ഇത് പറഞ്ഞത് അത് ഞാനും അല്ല, കുഴപ്പമില്ല. ഇത് നമ്മുടെ ഇയാൾ തന്നെ പറഞ്ഞല്ലോ, ആയിഷ അതിൽ നിന്ന് ഹുക്കും എടുത്തു എന്ന് പറഞ്ഞത് ഫൈസൽ മൗലവിയും കൂടിയാണ് പറഞ്ഞത്. ഫൈസൽ മൗലവിക്ക് അതെ, ഹദീസ് ശരി തിരിയില്ലെങ്കിൽ തന്നെ. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഹുക്കും എല്ലാ പറഞ്ഞാലും മതവിധി ആൾക്കാർക്കെല്ലാം മുല കൊടുക്കണം. കൊടുക്കേണ്ട ആ സിറ്റുവേഷൻ വന്ന ഇപ്പൊ മതവിധി ഫൈസൽ മൗലവി എന്താ പറഞ്ഞ, ഇപ്പൊ ഇന്നത്തെ കാലത്തും അങ്ങനെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വന്നാ അത് എടുക്കേണ്ടി വരും, അങ്ങനെ കൊടുക്കേണ്ടി വരും എന്നല്ലേ പറഞ്ഞത്. ഞാൻ നിങ്ങളോട് കാര്യം അങ്ങനെയൊന്നും ചോദിക്കട്ടെ, ഇപ്പൊ അബൂ പറഞ്ഞിട്ടില്ല. സലീമിന്റെ കേസിൽ നിങ്ങളെ ലോജിക്ക് എന്താ? അതായത് വളർത്തു അബൂ സലീമിന്റെ മകനെ പോലെ കാണണമെങ്കിൽ ഈ മുതുക്കൻ ചെറുക്കനെ പിടിച്ചിട്ട് മുള കൊടുക്കണം എന്നാണോ നിങ്ങളെ അഭിപ്രായം? അതിലെങ്ങനെ മുല കൊടുക്കണം എന്നല്ലല്ലോ പറഞ്ഞത്, പിന്നെന്താ പറഞ്ഞ? പാല് കൊടുക്കണം എന്നല്ലേ പറഞ്ഞത്. അല്ല അല്ല അത് എങ്ങനെ അല്ല അല്ല മുല അങ്ങനെ കൊടുക്കണം എന്ന് എവിടെ പറഞ്ഞു. നിങ്ങൾക്ക് പാല് അപ്പം കിട്ടിയതില്? അല്ലാന്ന് മുല കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ആ മുതിർന്ന ആളല്ലേ എന്ന് പറഞ്ഞപ്പോ നബി തിരിക്കുന്നു. അപ്പൊ തിരിച്ചു. എന്താണ് അവിടെ അപ്പൊ എങ്ങനെ കൊടുക്കണം എന്നുള്ളത് അവിടെ ഇതാണ്. അത് മുല എന്താണെന്ന് കൊണ്ടോ വായിലേക്ക് എന്താണെന്ന് കൊടുക്കണം എന്താണെന്ന് എന്നല്ല. എന്താണെന്ന് എന്താണെന്നാ എങ്ങനെ കൊടുക്കുക? അത് നിങ്ങളൊന്ന് പറഞ്ഞു കേക്കട്ടെ. അതെങ്ങനെയും കൊടുക്കാം. എങ്ങനെ പറഞ്ഞു? ഗ്ലാസ്സിലാക്കിയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പൂണിലാക്കി കൊടുക്കുക, എന്തില്? അങ്ങനെ കൊടുക്കാമല്ലോ. ഗ്ലാസ്സിലാക്കിയിട്ട് ഗ്ലാസ്സിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഗ്ലാസോ? ആ സ്പൂണിലാക്കിയിട്ട് കാലത്തോ? സ്പൂണിൽ കൊടുക്കുക. സ്പൂണോ? ആ കാലത്തോ? ആ കാലത്ത് ആരും ഭക്ഷണം കഴിച്ചിട്ടൊന്നുമില്ല. സ്പൂണൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു? ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും ആ കാലത്ത് മാറിയ പാത്രങ്ങളൊന്നും ഇല്ലാത്ത കാലം. ആണോ? നിങ്ങൾ പറഞ്ഞാ മതി. ഞാനങ്ങനെ വെള്ളമൊക്കെ എന്തെല്ലാം ശേഖരിച്ചു വെച്ചിരുന്നേ? വെള്ളം എന്തെല്ലാം ശേഖരിച്ചു വെച്ചിരുന്ന വെള്ളമൊക്കെ? എന്തിനാണെങ്കിലും എന്തെങ്കിലും പാത്രങ്ങൾ ഉണ്ടാവില്ല അവിടെ. അത് കറന്നെടുത്ത് കൊടുക്കാന്നോ? എന്നാ നിങ്ങൾ കേട്ടോളി. എന്താണ് റളഅന്നോ? എന്താണ് അറബി വാക്ക്? അത് മുലയിൽ നിന്ന് പാല് നേരിട്ട് കുടിക്കുന്നതിന് പറയുന്ന വാക്കാണ്. കുടിക്കാന്ന് പറഞ്ഞതിന് ശുരിബാന്നോ ഷെറബാന്നൊക്കെയാണ് പറയാ. സ്തനത്തിൽ നിന്ന് നേരിട്ട് പാല് കുടിക്കുന്നതിനാണ് ഹദീസിലുള്ള വാക്കുകൊണ്ട് പറയുന്നത്. നിഘണ്ടുവിലൊക്കെ അങ്ങനെയുള്ളത്, ഡിക്ഷണറിയിലൊക്കെ അങ്ങനെയുള്ളത്. അതിപ്പോ ഇന്നത്തെ കാലത്ത് അതുകൊണ്ടാണ് ഇപ്പോ ഗ്ലാസ്സിൽ പിഴിഞ്ഞു കൊടുക്കാനാണ് നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാ അങ്ങനെ ചിരിക്കണ നബി? കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കല്ലേ ചെയ്യാ, നേരിട്ട് കൊടുക്കാനല്ല ഞാൻ പറഞ്ഞത്. പിന്നെ അതൊരു പിഴിഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞതെന്ന് നബി പറഞ്ഞു കൊടുക്കണ്ടേ? ആ ഹദീസിലുണ്ടോ അത്? അല്ല, ഇനി അങ്ങനെ തന്നെ ആണെന്ന് തന്നെ കൂട്ടുക. അങ്ങനെ കൂട്ടിയിട്ടാണ് പറയാ, നേരിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ നബിക്ക് ചിരി വന്നു. അപ്പൊ നബി പറഞ്ഞു അതൊക്കെ എനിക്കറിയാം, എന്നാലും കൊടുത്തുവിടുന്ന് തന്നെ പറഞ്ഞു. അത് അറിയാം. എന്താ ഹുക്കുമ്? എങ്ങനെ കൊടുക്ക? പാല് മുല കൊടുത്തുവിടുക പറഞ്ഞ പിന്നെ വേറെ എങ്ങനെ കൊടുത്തുവിടുന്ന? എന്താ നിങ്ങൾ പറഞ്ഞേ?
അതൊക്കെ നിങ്ങൾ എന്താണ് ഞാൻ വ്യാഖ്യാനിച്ച് ചോദിച്ച പറയുമ്പോൾ അത് ചോദ്യം എനിക്ക് അതല്ലല്ലോ, ഇത് എങ്ങനെ കുടിച്ചു എന്നുള്ളതല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കണത്, നിങ്ങൾ കുഞ്ഞു പ്രായം മുതൽ എടുത്തു വളർത്തിയ വേറെ ആരും ഇല്ലാത്ത അനാഥനായിട്ടുള്ള പിതാവ് ആരാണെന്ന് പോലും അറിയാത്തൊരു കുട്ടീനെ ഉം, നിങ്ങളെ പിന്നെ ഭാര്യയും കൂടി എടുത്ത് വളർത്തി പോറ്റു വളർത്തി എന്ന് വിചാരിച്ചോ. ഉം, പിന്നെ എങ്ങനെ ഈ ഉം. ഈ ചെറുക്കൻ അന്യപുരുഷനായത് എപ്പോഴാ? അത് നിങ്ങൾക്ക് അറിയോ? അന്യപുരുഷനല്ലേ അപ്പോ? അല്ല, എപ്പോഴാ ആയത്? അത് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ആവൂല. അങ്ങനെ അന്യപുരുഷനായല്ലോ. ആവൂലല്ലോ. അല്ലല്ലോ, ആവൂലല്ലോ. എന്താ സൽമാൻ പിന്നെ ആവുമല്ലോ. സെയ്ദ് ബിൻ ഹാരിസ് ആണ്. സെയ്ദ് ബിൻ മുഹമ്മദ് ആയിരുന്നു. ആ അതെപ്പോഴാ സെയ്ദ് ബിൻ ഹാരിസ് ആയത്? നിങ്ങൾക്ക് അറിയോ കഥ? എങ്ങനെ അതായത് മുഹമ്മദ് നബിന്റെ അമ്മായിന്റെ മോളെ കെട്ടിയ സൈനബിനെ കല്യാണം കഴിച്ച സെയ്ദില്ലേ? സെയ്ദ്. അതിന്റെ കാര്യമല്ലല്ലോ ഇവിടെ അല്ല, പറഞ്ഞത്. അതാ പറഞ്ഞുതരാ. അത് ഇതുമായിട്ട് ആ കണക്ഷൻ ഉണ്ടേ, അതല്ലേ പറഞ്ഞേ. അപ്പൊ സെയ്ദ് ബിൻ ഹാരിസ് അല്ലേ, സെയ്ദ് ബിൻ അല്ലല്ല മുഹമ്മദ് ആയിരുന്നു. സെയ്ദ് ബിൻ മുഹമ്മദ് ആണെന്ന് പിന്നെ അല്ല പ്രഖ്യാപിച്ചത് ആരാ അറിയോ? മുഹമ്മദ് നബിയാണ്. ഖുറൈശികളുടെ മുമ്പിൽ വെച്ച് മുഹമ്മദ് നബി പറഞ്ഞു, ഇന്നു മുതൽ ഇവൻ സെയ്ദ് ബിൻ മുഹമ്മദ് ആണ്, ഇവൻ എന്റെ വളർത്തുപുത്രനാണ്, ഇവൻ എന്നിൽ നിന്ന് ആ എന്താ പറയാ അനന്തരം എടുക്കും എന്നാണ് പറഞ്ഞത്. ആ, എന്നിട്ട് പിന്നെ എങ്ങനെയാ ആയിക്കോട്ടെ. എന്നിട്ട് പറഞ്ഞുതരാം, ആ വളർത്തുമകന്റെ ഭാര്യനെ പിന്നെ എങ്ങനെ മുഹമ്മദ് നബി കല്യാണം കഴിച്ചത്? വളർത്തുമകൻ എന്ന് പറഞ്ഞാൽ അത് ചരിത്രം ഉണ്ടല്ലോ, അതിന്റെ ചരിത്രം പറയുന്നുണ്ട്. ചരിത്രം പറയും. ആ ചരിത്രം ഇതുമായിട്ട് ബന്ധമുണ്ട്, അതാണ് ഈ പറഞ്ഞുതരുന്നത്. നിങ്ങൾക്ക് അതാണ് പറഞ്ഞുതരാച്ചിട്ടാണേ. അതെങ്ങനെ കൊണ്ടുണ്ടായി? പറഞ്ഞുതരാ, നിങ്ങൾ പറയും, ഈ അതിലൊന്നും ചരിത്രം പറയും. ഞാൻ അതൊക്കെ പറഞ്ഞുതരാം. എന്താ അറിയാം പറയാം. അല്ല, ഞാൻ ഇത് ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇതും പറയുന്നത് അതുമായിട്ട് ഇത് ബന്ധമുണ്ട്, ആരും ഇതും പറയട്ടെ. സാലിമിന്റെ സംഭവമായിട്ട് ഞാൻ ബന്ധമുണ്ട്. പറയട്ടെ. അത് പറഞ്ഞു തരാം. ഞാൻ പറയട്ടെ. ആ അപ്പൊ നിങ്ങൾ ഒരു ആദ്യം കാര്യം ഈ പറയട്ടെ. സൈനബിന്റെ ഏത് ചരിത്രം പറഞ്ഞുതരും. നിങ്ങൾക്ക് അറിയാലോ, അതിന് പിന്നെ ചരിത്രം ഉണ്ടല്ലോ, അത് പറഞ്ഞുതരും. ഏത് അതായത് കുളത്തിലും മുഹമ്മദ് നബി ഏത് കുളത്തിലും വളർത്തുപുത്രനായിട്ട് പ്രഖ്യാപിക്കുകയും സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് തന്റെ പേരിലേക്ക് ചേർത്ത് വിളിക്കപ്പെടുകയും ചെയ്ത് വളർത്തിക്കൊണ്ടുവന്ന മകന്റെ ഭാര്യ എപ്പോഴാണ് നബിക്ക് ഹലാലായത്? വളർത്തുമകൻ എന്നുള്ളത് വളർത്തുമകൻ എപ്പോഴും വളർത്തുമകനായിട്ടേ വരുള്ളൂ, സ്വന്തം ആയിക്കോട്ടെ, മകനായിട്ട് വരൂല. ആയിക്കോട്ടെ. ആ ഉം. അതിന്റെ ഞാൻ ചോദിക്കുന്നത്, അത് സെയ്ദ് ബിൻ നിർത്തലാക്കാൻ മുഹമ്മദിനെ വേണ്ടിട്ട് സെയ്ദ് ബിൻ ഹാരിസ് എന്ന് വിളിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? എന്തുകൊണ്ടാണ്? എന്താണ് അതിന്റെ കാരണം എന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അത് ആ വിവാഹം കഴിക്കാൻ വേണ്ടിട്ടാണ്. നിങ്ങൾക്കൊരു മകൻ ഉണ്ടെന്ന് സങ്കല്പിക്കാം. നിങ്ങളെ നിലവിലുള്ള മക്കളല്ല കേട്ടോ, വളർത്തുമകൻ. നിങ്ങളൊരു വളർത്തുമകൻ എടുത്തു, ആ നിങ്ങളൊരു കാലത്ത് കുട്ടീനെ ദത്തെടുത്ത് വളർത്തി. ആ കാലല്ല, ഈ കാലം ഞാൻ ചോദിക്കണം. നിങ്ങളൊരു മകനെ ചെറിയ പ്രായം തൊട്ട് ദത്തെടുത്ത് വളർത്തി. അവനൊരു 10-23 വയസ്സ് 24 വയസ്സായപ്പോൾ നിങ്ങളൊരു പെൺകുട്ടീനെ കണ്ടുപിടിച്ച് നിങ്ങളെ ബാക്കി മക്കളെക്കൊക്കെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത മാതിരി നിങ്ങൾ അവനക്കൊരു പെൺകുട്ടീനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ആ പെൺകുട്ടീനെ പിന്നെ നിങ്ങൾ കല്യാണം കഴിക്കൂ? അതിന് വേറെ നിങ്ങളെ കാര്യം കൂടി. മനോധർമ്മം വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങളുടെ ഞാൻ പറയാം. മനോധർമ്മം വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ പറയട്ടെ. ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു ദത്തുപുത്രനെ എടുത്ത് വളർത്തി, അവനെ വലുതാക്കി, അവന് പ്രായപൂർത്തിയായി, അവനെ എല്ലാം കഴിഞ്ഞ് അവനെ വിവാഹം കഴിച്ചേക്കാൻ നോക്കുമ്പോൾ ഞാൻ അവനോട് പറയും, നീ എന്റെ മകനല്ല, ആയിക്കോട്ടെ, നിന്നെ ഞാൻ വളർത്തി വലുതാക്കി എന്ന് പറഞ്ഞതിന് ശേഷമേ അവനെ വിവാഹം കഴിച്ചു ശരി, കൊടുക്കുള്ളൂ. ആയിക്കോട്ടെ. അവനക്ക് നിങ്ങളൊരു പെൺകുട്ടീനെ കണ്ടെത്തി അവനക്കൊരു കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ആ പെൺകുട്ടീനെ നിങ്ങൾ പിന്നെ കല്യാണം കഴിക്കുമോ? നിങ്ങളെ വീട്ടിൽ തന്നെയാണ് ആ കുട്ടി വളരുന്നതൊക്കെ. ആ പെൺകുട്ടീനെ ഓൻ കാര്യം തീർത്തിന്റെ പിന്നാലെ പോയി നിങ്ങൾ കല്യാണം കഴിക്കുമോ? ഇല്ല. എന്തേ? എന്താന്ന് വെച്ചാൽ അത് എനിക്ക് എന്റെ വിഷയവും മുഹമ്മദിന്റെ വിഷയവും ഒരുപോലല്ല. അല്ല, നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ എന്തുകൊണ്ട് കഴിക്കൂലെന്ന് ചോദിച്ചത്. അതിന്റെ ഒരു കാരണം ഉണ്ടാവുമല്ലോ. കഴിക്കാൻ പാടില്ല. എങ്ങനെ? നിങ്ങള് വളർത്തുമകന്റെ ഭാര്യനെ നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ലെന്നോ? നിങ്ങൾ കേട്ടോളി, ശ്രദ്ധിച്ച് കേട്ടോളി. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളി. അതായത് അപ്പോ ഒരു മിനിറ്റ്, ആ ചെരുപ്പ് ശരിയാക്ക. നിങ്ങൾ കേട്ടോളി. അങ്ങനെ ഈ വളർത്തുമക്കളുടെ ഭാര്യമാരെ സ്വന്തം മക്കളെ പോലെ കണ്ടിരുന്ന ഒരു കാലത്ത് വളർത്തുമക്കളെ സ്വന്തം മക്കളെ പോലെ പരിഗണിക്കുകയും അവർക്ക് അനന്തര സ്വത്ത് കൊടുക്കുകയും ചെയ്തിരുന്ന കാലത്താണ് മുഹമ്മദ് നബിക്ക് സൈനബിനെ കെട്ടിയേ തീരുള്ളൂ എന്നൊരവസ്ഥ വരുന്നത്. അതിന്റെ ചരിത്രമൊക്കെ കഥയിൽ അതൊക്കെ ചരിത്രമുണ്ട്. പറഞ്ഞുതരാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോ അന്നത്തെ കാലത്തെ നാട്ടു നടപ്പനുസരിച്ചും അന്നത്തെ ആളുകളുടെ സംസ്കാരം അനുസരിച്ചും സ്വന്തം വളർത്തുമകന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ സ്വന്തം മകളെ പോലെ തന്നെയാണ്, മരുമകളെ പോലെയാണ്. അതുകൊണ്ട് അവരെ ഒരു കാരണവശാലും അവർ വിവാഹം കഴിക്കൂല. അപ്പോ
മുഹമ്മദ് നബിക്കാണെങ്കിൽ സൈനബിനെ കല്യാണം കഴിച്ചേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ വന്നു. അങ്ങനെ അള്ളാഹ് ആയത്തിറക്കി, എന്താണ്, വളർത്തു പുത്രന്മാരെ നിങ്ങളുടെ യഥാർത്ഥ പുത്രന്മാരല്ല, അവരുടെ, അത് എന്തിനാ ആയത്തിറക്കിയിട്ട് അത് പ്രഖ്യാപിക്കണം അറിയോ? വളർത്തു പുത്രന്മാരുടെ ഭാര്യമാരിൽ നിന്ന് അവർ അവരുടെ ആവശ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ, അവർ വിവാഹമോചനം നേടിക്കഴിഞ്ഞാൽ ഈ ചെറുക്കന്റെ പിതാവിന് കല്യാണം കഴിക്കുന്നതിൽ വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് ദത്തുപുത്രന്മാർ യഥാർത്ഥ പുത്രന്മാരല്ല എന്നും ദത്തുപുത്രന്മാരെ യഥാർത്ഥ പുത്രന്മാരായിട്ട് പരിഗണിക്കാൻ പാടില്ല എന്നും ആ രീതിയിലുള്ള അവകാശങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നും ആയത്തിറക്കിയത്. ആ ആയത്തിറക്കുന്നതിന് മുൻപ് പറയട്ടെ. അപ്പൊ നിങ്ങളിപ്പോ നിങ്ങളൊരു കുട്ടീനെ എടുത്ത് വളർത്തി, നിങ്ങൾ അവനെ ദത്തുപുത്രനായിരുന്നു, നിങ്ങൾ വളർത്തി വലുതാക്കി അവനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് ആ പെൺകുട്ടീനെ നിങ്ങൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഇസ്ലാമിൽ അത് ഹലാലാണ്. അത് ഹലാലാക്കാം. അതായത് സാമാന്യമായിട്ടുള്ള ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ വെച്ചിട്ട് അതൊരു വൃത്തികെട്ട ഏർപ്പാടാണ് എന്ന് അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു വൈക്ലഭ്യം. അപ്പോ പിന്നെന്താ നിങ്ങളെ പ്രശ്നം? എന്താ മാറ്റം? അള്ളാഹുവിന്റെ പ്രവാചകനും ഇത് മുഹമ്മദ് നബിക്ക് സ്പെഷ്യലായിട്ട് കൊടുത്ത ഇളവൊന്നുമല്ല. എല്ലാ സത്യവിശ്വാസികളായിട്ടുള്ള വാപ്പാർക്കും അവരവരുടെ വളർത്തു മക്കളുടെ ഭാര്യമാരെ കെട്ടണം എന്ന് തോന്നിയാൽ കെട്ടാൻ ഒരു സൗകര്യം, ഒരു തടസ്സമായിട്ട് ദത്തവകാശം നിൽക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ദത്തവകാശം നിർത്തലാക്കിയത്. ആ പശ്ചാത്തലത്തിലാണ്, നീ പറഞ്ഞത് കേട്ടോ, ആ പശ്ചാത്തലത്തിലാണ് സാലിമിന്റെ ഉപ്പയും വളർത്തുപാതാവും വളർത്തു പിതാവും മുഹമ്മദ് നബിന്റെ അടുത്ത് ഈ പ്രശ്നമായിട്ട് വരുന്നത്. ഇപ്പൊ കത്തിയോ? അതുവരെ അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അള്ളാഹ് ആയത്തിറക്കിയിട്ട് സ്വന്തം മക്കളെ പോലെ വളർത്തിക്കൊണ്ടുവന്ന മക്കള് സ്വന്തം മക്കളല്ല എന്ന് അവരിന്നു മുതൽ അന്യപുരുഷന്മാരാണ് എന്ന് പറഞ്ഞപ്പോ അവരുടെ മനോവിഷമം കൊണ്ട് സ്വന്തം വളർത്തി വലുതാക്കിയ മക്കളെ, സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച മകൻ സ്വന്തം മകൻ എന്ന രീതിയിൽ കാണാൻ പറ്റൂല എന്ന് പോലും അന്യപുരുഷനാണെന്നും അള്ളാഹ് ആയത്തിറക്കി പഠിപ്പിച്ചപ്പോ ഈ പാവപ്പെട്ട വാപ്പാക്കും ഉമ്മാക്കും ബേജാറായി. മകനെ കളയാനും വയ്യ, വാപ്പാക്കാണെങ്കിൽ അന്യപുരുഷന്മാര് സ്വന്തം ഭാര്യയായിട്ട് ഇടപഴകുന്നത് സഹിക്കാനും വയ്യ. ഇതിന് എന്താ സൊല്യൂഷൻ എന്ന് ആലോചിച്ചിട്ടാണ് നബിന്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പോഴാണ് നബി പറഞ്ഞത് ഇവൾക്ക് മുല കൊടുത്തളാണ്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു ഇളവ് കൊടുക്കാനാണെങ്കിൽ ഈ മുല കൊടുപ്പിക്കണ എന്തിനാ? ഈ കാര്യത്തിൽ നിങ്ങൾക്ക് മാത്രം ഒരു പ്രത്യേക ഇളവുണ്ട് എന്നാണ് പറഞ്ഞാൽ പോരെ? നിങ്ങൾ ഓനെ മകനെ പോലെ കണ്ടോളിന്ന് പറഞ്ഞാൽ പോരെ? ഇനി മുല കൊടുപ്പിക്കണ വൃത്തികേട് ചെയ്യണോ? വേണ്ടല്ലോ. ഈ 18 വയസ്സ് 20 വയസ്സായ ചെറുക്കന് മുല കുടിച്ചിട്ട് എന്താ കാര്യം? അതാണല്ലോ, അതാണ് പിന്നീട് വരുന്ന ചെറിയ കുട്ടികൾക്ക് പിന്നെ വളർത്തു മകനായിട്ടും അതൊക്കെ ആയിട്ട് പിന്നെ വരുന്നില്ലേ. പിന്നെ ഏത് മകൻ? ഈ 18, 19, 20 വയസ്സായ ചെറുക്കനെ വെച്ചിട്ട് എന്തിനാണ് ഇത് ചെയ്യിപ്പിച്ചത്? ഇത് വൃത്തികേടല്ലേ? ഇതൊരു വൈകൃതമല്ലേ? അത് ആ കാലത്ത് ആ കാലത്തല്ല, ഈ കാലത്ത്. എന്താ ആ കാലത്ത് എന്താ പ്രത്യേകത? ഈ കാലത്ത് അങ്ങനെ ഉണ്ടോ? ഈ കാലത്തും ആ കാലത്ത് എന്താ പ്രത്യേകത? എന്താ ഈ കാര്യത്തിലൊക്കെ എന്താ പ്രത്യേകത? മുഹമ്മദ് നബിയും നമ്മൾ ഇന്നത്തെ ഉമ്മത്തുകളും എത്രയോ മാറ്റമുണ്ട്. മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. മുഹമ്മദ് നബീനേക്കാളൊക്കെ എത്രയോ അന്തസ്സുള്ള ആൾക്കാരാണ് നമ്മള്. നമുക്കിതൊക്കെ പലതും മുഹമ്മദ് നബി ചെയ്തു എന്ന് പറയുന്ന പലതും നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ലാത്ത കാര്യങ്ങളാണ്. ഇല്ല, അവരുടെ അങ്ങനത്തെ ഒരു ചിന്തയില്ല. അങ്ങനെ എന്താ ചിന്തിക്കേണ്ടത്? 1400 വർഷം മുമ്പ് എങ്ങനെ ജീവിച്ച് എങ്ങനെ ഉള്ളതെന്നുള്ള ഒരു മനുഷ്യനും കണ്ട് പിന്നെ മനസ്സിലാക്കാനോ ഒന്നും. ഒരു മിനിറ്റ്, അപ്പോ പതിയെ ഒരു മിനിറ്റ്, ഇവനെ നോക്കണം കേട്ടോ, ഇവനെ അറിയില്ലേ? പറയൂ. ആ കാലത്ത് എന്താണ്, എങ്ങനെയാണ് ആ കാലത്തെ സാഹചര്യം നിങ്ങൾ പറഞ്ഞു തരും. അതായത് ഇപ്പൊ നിങ്ങൾ വളർത്തി വലുതാക്കിയ ഒരു മോനെ സ്വന്തം മോനെ പോലെ കാണണം എന്നൊരവസ്ഥ വന്നാൽ ഇത് കൊണ്ടോ ഈ 20 വയസ്സുള്ള ചെറുക്കന് പാല് കുടിപ്പിച്ചാല് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളൊരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങൾക്ക് അത് ആലോചിക്കാൻ പറ്റും? അതുകൊണ്ടല്ലേ വളർത്തു മകനെ നമ്മള് വലുതാക്കി ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവനോട് പറയണം നമ്മൾ, ആയിക്കോട്ടെ നീ എന്റെ സ്വന്തം മകനല്ല. അപ്പൊ പിന്നെ സാലിമിനോട് അതന്നെ പറഞ്ഞാ പോരെ? അതില് അതൊന്നും കാര്യമില്ല, വളർത്തുമകനാണ്, വളർത്തുമകനെ സ്വന്തം മകനെ പോലെ കാണാൻ പറ്റൂല. അതെന്താ പിന്നെ എന്തിനോ സാലിമിന് പ്രത്യേക ഇളവ് കൊടുത്തത്? എന്തിനാ? മുഹമ്മദ് നബി വളർത്ത് വലുതാക്കിയ സെയ്ദിനില്ലാത്ത എന്ത് പ്രത്യേകതയാണ് സാലിമിനുള്ളത്? മുഹമ്മദ് നബിയും പിന്നെ പ്രസവിച്ചപാട് പിന്നെ അലീമ എന്ന് പറഞ്ഞ ഒരാളെ മുല കുടിച്ചിട്ടാണല്ലോ വളർന്നത്.
അതല്ല ഞാൻ ചോദിച്ചത്. അങ്ങനെയുണ്ടോ? ഞാൻ ചോദിച്ചത് അന്ന് ഈ വളർത്തു അങ്ങനെയുണ്ട്. ദത്തവകാശം ആണ്. അത് അപ്പൊ ആമിനാക്ക് ആമിന മുല കൊടുത്തിട്ടില്ലല്ലോ. ആമിന അത് നിങ്ങൾക്ക് അറിയില്ലേ കഥ? അത് നിങ്ങൾക്ക് അറിയില്ലേ കഥ? ആമിന ബീവി കുട്ടീനെ അങ്ങോട്ട് പോണ്ട. പ്രസവിച്ച പാടെ എന്ത് ചെയ്തു? ആമിന കുട്ടീനെ പ്രസവിച്ച പാടെ അബ്ദുൽ മുത്തലിബിന് കൊണ്ടേ കൊടുത്തു. എന്തിന്? അങ്ങോട്ട് പോണ്ട. എന്തുകൊണ്ട്? അത് ആലോചിച്ചാൽ മതി. അത് ആലോചിച്ചോളി. അത് എന്തുകൊണ്ട് നിങ്ങളൊന്ന് ഉസ്താദ്മാരോട് ചോദിച്ചു നോക്കും. സാധാരണ കുട്ടീനെ പ്രസവിച്ച 2 വയസ്സ് വരെ ഉമ്മാര് മുല കൊടുക്കുമല്ലോ. ആമിന ബീവി നേരെ കുട്ടീനെ അബൂ താലിബിനെ കൊണ്ടുപോയി ഏൽപ്പിച്ചു. എന്തിന്? ബട്ട് വൈ? അല്ല, അതായത് അതില് വേറെയും കുറെ ചരിത്രമുണ്ട്. അതൊക്കെ നമ്മള് പറഞ്ഞു കുറെ പറയണം. ബുക്കുകളൊക്കെ അതിലൊരു മുത്തയുടെ മണുണ്ട്, അത്രേ ഉള്ളൂ. അതിലൊരു മുത്തയുടെ മണുണ്ട്, അത്രേ ഉള്ളൂ. ഇല്ല, അതിലൊരു കുഴപ്പവും ഒന്നുമില്ല. ഞാനീ പറഞ്ഞത് അതായത് ആ കാലഘട്ടത്തിൽ അത് അന്ന് ആ പറഞ്ഞത് കൊണ്ടാണ് ഇന്നിപ്പം നമ്മൾ എന്താക്കുന്നത്, ചെറിയ കുട്ടികൾ മുല കുടിച്ചു കഴിഞ്ഞാൽ സഹോദര ബന്ധമായിട്ട് മാറുന്നത്. ആയിക്കോട്ടെ. അതിന് ഞാൻ ചോദിക്കുന്നത് സാലിമിനെ ഈ മുതുക്കനെ മുല കുടിപ്പിച്ചതിന്റെ ലോജിക്ക് എന്താ? അതൊന്നും പറഞ്ഞേ. അള്ള കിതാബിൽ ഒരു ആയത്തിറക്കിയാല് സാലിമിന് എന്താ അള്ളാഹുവിന്റെ നിയമത്തിൽ ഇത്ര ഇളവ് കിട്ടാൻ എന്താ പ്രത്യേക കാരണം? അന്ന് ദത്തെടുത്ത ഒരുപാട് മക്കളുണ്ടല്ലോ. നിങ്ങൾ ചോദിക്കുന്ന പോലെ ഇറക്കാൻ എല്ലാവരും അള്ളാഹു. ഞാൻ ചോദിച്ച പോലെ അല്ല, അതിന്റെ ലോജിക്ക് നമുക്ക് മനസ്സിലാവണ്ടേ? അല്ല, ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാകാത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് പഠിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. എന്തായിരുന്നു ആ കാലഘട്ടത്തിൽ 1500 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു കാലഘട്ടം? ഇപ്പൊ ഒരു 1000 വർഷം അല്ല 500 വർഷം പിന്നോട്ട് പോയാല് അല്ല മുന്നോട്ട് പോയാല് അന്ന് എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് ഏറ്റവും പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമ്മൾ ഇന്നത്തെ കാലത്തുള്ളതാണ് എല്ലാ കാലത്തേക്കുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയേണ്ടി വരും, അതിന് മറുപടി പറയേണ്ടി വരും. ഇപ്പൊ ഇന്ന് നമ്മൾ ആചരിക്കുന്ന ഒരു നിയമം അത് ലോകാവസാനം വരെ അല്ല മാറ്റില്ലാതെ തുടരേണ്ടതാണെന്ന് നമ്മൾ പിടിവാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ 100 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതിന് മറുപടി പറയേണ്ടി വരും. 2025 കേരളത്തിലുള്ള നിയമമാണ് ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യന്മാർക്കുള്ള നിയമം, അതിൽ മാറ്റം വരുത്താൻ കഴിയൂല എന്നും പറഞ്ഞുകൊണ്ട് ആ 100-150 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാലത്ത് ഏതെങ്കിലും മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ടെങ്കിൽ അവര് ചോദിക്കൂലേ എന്തുകൊണ്ട് ഈ നിയമം, എന്താണ് ഈ നിയമത്തിന്റെ കഥ? ഒരു പരിശോധിക്കൂലേ, ഒരു ചോദിക്കൂലേ? അപ്പൊ അതിന് മറുപടി പറയണ്ടേ? അതന്നെ, ആ ചോദ്യം തന്നെയല്ലേ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ ചോദിക്കണേ. അപ്പൊ നിങ്ങൾ 1500 കൊല്ലം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ. 1500 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ ഈ നിയമമാണ് ലോകാവസാനം വരെ എല്ലാ മനുഷ്യർക്കുള്ള ഏറ്റവും ഉത്തമ നിയമം എന്ന് പറഞ്ഞാൽ ആ ഉത്തമ നിയമം നമ്മളൊന്ന് ഇഴകീറി പരിശോധിക്കൂലേ? അല്ല, അവിടെ ചെറിയൊരു മാറ്റമുണ്ട്. കേട്ടിട്ടില്ല. അത് ഇത് നിങ്ങളിപ്പോ പറഞ്ഞത് മനുഷ്യരുണ്ടാക്കുന്ന നിയമമാണ്, എപ്പോഴും മാറാം. അള്ള ഉണ്ടാക്കുന്ന നിയമം മാറാൻ പറ്റില്ലല്ലോ. ഞാനും പറയുന്നത് അത് ആ ദൈവം ഉണ്ടാക്കിയ നിയമമാണ്, അത് മാറാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ ആ നിയമത്തിന്റെ കാര്യം ചോദിക്കുമ്പോ അത് 1400 കൊല്ലം മുമ്പത്തെ കഥ ആലോചിക്കണം എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താ? അത് എല്ലാ കാലത്തേക്കുള്ള നിയമല്ലേ, അത് എപ്പോഴും നമുക്ക് ചോദിച്ചൂടെ? അപ്പൊ മണി പോലെ ഉത്തരങ്ങളത്ത് വേണം, അത്രേ ഉള്ളൂ. അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞത് അതാണ്. ഇന്ന് നമ്മൾ ചെറിയ കുട്ടികൾക്ക് മുല കുടിച്ചിട്ട് ഞാൻ ചോദിക്കണത് ഈ 18 വയസ്സോ 20 വയസ്സുള്ള മുതുക്കന്മാർക്ക് വളർത്തു മാതാവിന്റെ മുല കൊടുക്കാൻ പറഞ്ഞതിന്റെ ലോജിക്കാണ് ചോദിച്ചത്. അതന്നെ അതിന്റെ ലോജിക്ക് തന്നെ ഈ പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തല്ലേ അത് നടക്കണമെന്ന് ചോദിക്കുന്നത്. ഇന്നും ഒരു 18 വയസ്സുള്ള അന്ന് ആ ചെയ്തതിന്റെ യുക്തി എന്താണ് അതാ ചോദിക്കണേ. അത് എന്തായിരുന്നു അതിന്റെ ആവശ്യം? അതിന്റെ ആവശ്യം ഞാൻ പറഞ്ഞത് ഇപ്പൊ, അതായത് ചെറിയ കുട്ടികൾ നമ്മൾ മുല കൊടുത്തു. അത് ചെറിയ കുട്ടികൾക്ക് മുല കൊടുക്കാനുള്ള നിയമം അതിന്റെ മുമ്പ് വേറെ ഉണ്ടല്ലോ, അതാണ് പറഞ്ഞു കൊടുത്താ പോരെ. അതിന് മുതുക്കന്മാരെ പിടിച്ച് മുല കൊടുത്തത് എന്തിനാ, അതാ ചോദിക്കണേ. അത് മകനായിട്ട് വളർത്തു മക്കൾ അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു. മുഹമ്മദ് നബീന്റെ മകൻ അവിടെ ഉണ്ടായിരുന്നു, സയ്യിദ് ബിൻ ഹാരിസ്. എന്നാ പിന്നെ സയ്യിദിനെയും പിടിച്ചിട്ട് ആരെ കൊണ്ടേലും മുല കൊടുപ്പിച്ചാ പോരായിരുന്നു? അതെന്താ? അതെല്ലാം അതിനൊക്കെ ഓരോരോ ഹുക്കുമുകളുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. അതായത് മുഹമ്മദിന്റെ മകൻ സയ്യിദിന് ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് സാലിമിനുണ്ടായത്? അള്ളാഹു ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാർക്ക് വളർത്തുപുത്രന്മാർ സ്വന്തം പുത്രന്മാരല്ല, ഒരു അന്യപുരുഷന്മാരാണ് എന്ന് ആയത്തിറക്കി കഴിഞ്ഞാൽ അത് ഹാരിസിന് ആ നിയമത്തിന്റെ തണലില് സ്വന്തം വളർത്തു മകന്റെ പേര് മാറ്റി തിരിച്ച് സയ്യിദ് ബിൻ ഹാരിസ് നാക്കുകയും
ആ വളർത്തുപുത്രന്റെ ഭാര്യനെ തനിക്ക് വിവാഹം കഴിക്കാമെന്ന് നിയമം ഉണ്ടാക്കുകയും നാട്ടു നടപ്പിനെ ലംഘിച്ച് ആൾക്കാരെ എതിർപ്പ് ഭയന്നിട്ടാണ് പേടിച്ചിരുന്നതെന്നാണ് ഖുറാനിൽ പറയുന്നത്. എന്നിട്ട് അത് മുഹമ്മദ് നബിനെ കൊണ്ട് സ്വന്തം വളർത്തുമകന്റെ ഭാര്യനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ദത്ത് തന്നെ നിർത്തലാക്കുകയും ചെയ്തിട്ട് ആ നിയമം ഹാരിസിന് മാത്രം സാലിമിന് മാത്രം അതിൽ ഇളവ് കൊടുത്തതിന്റെ ലോജിക്ക് എന്താണ് എന്ന് അതാണ് ചോദിച്ചത്. ഞാൻ ചോദിച്ച ഈ സാലിമിന്റെ കഴിഞ്ഞ പാടന്നെയാണ് ഈ സാലിമിന്റെ പ്രശ്നം വന്നത്, അല്ലെങ്കിൽ സാലിമിന്റെ അതിന്റെ മുമ്പേ വന്ന പ്രശ്നമാണ്? അല്ല, സാലിമിന്റെ പ്രശ്നം വന്നത് ഈ സയ്യിദ് ബിൻ ഹാരിസിന്റെ പ്രശ്നം വന്നതിന് ശേഷമാണ്. കാരണം അതുവരെ എല്ലാവരും, അതുവരെ മുസ്ലിങ്ങൾക്ക് ഇടയിലും അല്ലാത്തവരും ഒക്കെ വളർത്തുമക്കളെ സ്വന്തം മക്കളെ പോലെ തന്നെ കരുതിയുന്നേ. മുഹമ്മദ് നബിക്ക് വളർത്തുമകന്റെ ഭാര്യനെ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് വളർത്തുപുത്രന്റെ ഭാര്യമാരെ കല്യാണം കഴിക്കുന്നതോ മോശമാണ് എന്നുള്ള അന്നത്തെ കാലത്തെ ആ അന്ധവിശ്വാസം കേട്ടോ, സോ കോൾഡ് അന്ധവിശ്വാസം മാറ്റി ആ ഒരു ദുരാചാരം, അതായത് വളർത്തുപുത്രന്മാർ അഡോപ്ഷൻ എന്ന രീതിയിലുള്ള ദുരാചാരം ഒഴിവാക്കി വളർത്തുപുത്രന്മാരുടെ ഭാര്യമാരെ അവര് വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ വാപ്പാർക്ക് കല്യാണം കഴിക്കാനുള്ള സൗകര്യം അള്ളാഹ് ഖുറാനിൽ ചെയ്തു കൊടുത്തതിന് ശേഷമാണ് സാലിമിന്റെ പ്രശ്നം ഉണ്ടായത്. അങ്ങനെയാണ്. അല്ലെങ്കിൽ എപ്പോഴാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് സാലിമിന്റെ മക്കള് വളർത്തുപുത്രന്മാർ അന്യപുരുഷന്മാരാവുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണോ എനിക്ക് മനസ്സിലായി? ഞാൻ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് പഠിക്കണം എന്നാണ് നിങ്ങൾ പറയണേ? എനിക്ക് പഠിക്കണ്ട. എന്നാ പിന്നെ അത് പറയും. ഇതിന് ശേഷമാണ് സാലിമിന്റെ പ്രശ്നം ഉയർന്നു വന്നത്. അത് ക്ലിയർ ആയിട്ട് ഇതിന്റെ ഈ ഖുർആൻ ആയത്തിന്റെ തഫ്സീറുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോറി, ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞതും, അതായത് ഞാൻ ഇപ്പോഴും പറയുന്നത് അത് ആ കാലഘട്ടത്തിൽ അങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ല. ഇസ്ലാമിലെ നിയമം ആ കാലഘട്ടം ഈ കാലഘട്ടം ഒന്നും പറയാൻ പറ്റില്ല. അത് എല്ലാ കാലത്തേക്കുള്ള ദൈവത്തിന്റെ നിയമമാണ്, അതിൽ മാറ്റം വരാൻ പാടില്ല. അത് പറയുമ്പോ പിന്നെ കാലം എന്നൊന്നും പറയരുത്. അത് മനുഷ്യന്മാരുണ്ടാക്കിയ നിയമത്തിനാണ് ഈ കാലത്തിന്റെ പരിമിതിയൊക്കെ. അല്ല, അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ ആയിഷാന്റെ വിവാഹം 6 വയസ്സിൽ കല്യാണം കഴിക്കാൻ പറ്റൂലേ? ഇന്ന് 6 വയസ്സിൽ കല്യാണം കഴിക്കുന്നുണ്ടോന്ന് ചോദിക്കുന്നത് എന്ത് ലോജിക്ക് വെച്ചിട്ടാ? അത് പറ്റൂലാത്തോണ്ടാണ്, നിയമം സമ്മതിക്കാത്തോണ്ടാണ്, പിടിച്ച് അകത്തിടുന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിലൊക്കെ കഴിക്കും. അല്ലെങ്കിൽ ഇസ്ലാമികമായിട്ട് ഇപ്പോഴും കഴിക്കും. ഇത് ഇറാഖിൽ ഇപ്പൊ 7 വയസ്സല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇറാഖിലോ? പിന്നെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് ഇപ്പൊ പാസ്സാക്കിയതാണ്. നിങ്ങൾക്ക് ഭയങ്കര വിശ്വാസമുള്ള ആളായിരുന്നു എന്നല്ല പറഞ്ഞതിന് മുമ്പ്? അതെ, പറയേ. കേക്കുണ്ട്, പറഞ്ഞോളൂ. എന്താ പറഞ്ഞ നിങ്ങള്? എന്താ പറഞ്ഞ കേട്ടില്ല. ഞാൻ ഭയങ്കര വിശ്വാസമുള്ള ആളായിരുന്നു. എന്നിട്ട് നിങ്ങൾ മതം വിടുന്നതിന് മുമ്പ് ഭയങ്കര വിശ്വാസിയായിരുന്ന ഒരാളായിരുന്നു. അതെ. അപ്പൊ നിങ്ങൾക്ക് അന്ന് തോന്നിയായിരുന്നോ ഒരു 6 വയസ്സുള്ള കുട്ടിയെ വിവാഹം കഴിക്കാം, 6 വയസ്സുള്ള കുട്ടിയെ കഴിക്കുന്നല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയായിരുന്നോ? മനസ്സിൽ തോന്നിയോ? അതുകൊണ്ട് അതിൽ നിന്നൊക്കെയാണല്ലോ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിയമം, എന്തുകൊണ്ട് കാലാതീതമായ നിയമത്തിൽ ഇങ്ങനത്തെ പോരായ്മകള്, എന്തുകൊണ്ടാണ് അള്ളാഹ്ക്ക് വകതിരിവില്ലാത്തതെന്നൊക്കെ നമുക്ക് ചിന്ത വരുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ നമ്മൾ ആദ്യം വിചാരിച്ച ഇതൊക്കെ മൊല്ലാക്കന്മാര് ഓല ഇഷ്ടത്തിന് സൗകര്യത്തിന് എഴുതി ഉണ്ടാക്കിയതാണെന്ന് വിചാരിച്ചേ. പിന്നെ നമ്മൾ ഇതിന് ആധികാരികമായ രേഖകളിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ ഖുറാനിൽ നബിക്ക് വേണ്ടി തന്നെ ഉള്ളതാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് നമുക്ക് ഈ വിശ്വാസം തന്നെ ഇല്ലാതാവുന്നതേ. മറ്റേത് നമ്മൾ ചെറിയ പ്രായത്തിൽ തല്ലിപ്പഴിപ്പിച്ച പഴങ്ങളല്ലായിരുന്നോ? ഞാൻ ചോദിക്കുന്നതേ, ഈ ലോകാവസാനം വരെ എന്റെ ഉമ്മത്തുകൾ 6 വയസ്സിൽ കല്യാണം കഴിക്കണം എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചതായിട്ടുണ്ടോ? 6 വയസ്സിൽ കല്യാണം കഴിക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ അത് അനുവദനീയമാണ് എന്നുള്ളതിന് തെളിവ് മുഹമ്മദ് നബി ആയിഷനെ കെട്ടിയതാണെന്ന് കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു 6 വയസ്സുള്ള കുട്ടിയുണ്ട്, നിങ്ങൾക്ക് ഒരു 6 വയസ്സുള്ള പെൺകുട്ടി ഉണ്ടെന്ന് സങ്കല്പിച്ചോളി. നിങ്ങൾക്കും നിങ്ങളുടെ മകനും ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിച്ചോളി. 6 വയസ്സുള്ള ഒരു പെൺകുട്ടി പോട്ടെ, 6 വയസ്സൊന്നും വേണ്ട, 5.5 4.5 വയസ്സോ 5 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടെന്ന് വിചാരിച്ചോളി. അപ്പൊ നിങ്ങളെ പള്ളിക്കത്തെ മൊയ്ലിയാര് നല്ലൊരു മൊയ്ലിയാരാണ്, നല്ല ദീനിയാണ്, അത്യാവശ്യം സാമ്പത്തികം കൊണ്ട് പേരക്കുട്ടിനെ നല്ലോണം നോക്കും നിങ്ങൾക്ക് തോന്നിയാൽ, ആ മൊയ്ലിയാരും നിങ്ങളും തമ്മിൽ സംസാരിച്ചിട്ട് ഈ 4 വയസ്സുള്ള പെൺകുട്ടീനെ ആ മൊയ്ലിയർക്ക് കെട്ടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് മതം അനുവാദം നൽകുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഹലാലാണ്, അങ്ങനെ കെട്ടിച്ചു കൊടുക്കാം. അതിന് എല്ലാ ഫിഖ് ഗ്രന്ഥങ്ങളിലും ഉണ്ട്. നിങ്ങൾ ഫിഖ് സുന്നത്ത് വായിച്ചോളി, അല്ലെങ്കിൽ ഫത്തുൽ മുഈൻ എടുത്ത് വായിച്ചോളി.
പ്രായപൂർത്തിയായ കല്യാണം കഴിക്കണം. പ്രായപൂർത്തിയോ ഇസ്ലാമിലോ കല്യാണത്തിനോ? എന്തെങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയാത്ത പോലെ പറയണേ. പിന്നെങ്ങനെയാ? പ്രായപൂർത്തിയായ കുട്ടി വേണമെന്നോ കല്യാണം കഴിക്കാനോ? പക്ഷെ എന്തൊരു കഥ. എന്താ നിങ്ങൾക്ക് ഇസ്ലാമും അറിയില്ല, ഒന്നും അറിയില്ല. ഇസ്ലാമിൽ അങ്ങനെ പ്രായപൂർത്തിയൊന്നുമില്ല. എത്ര വയസ്സുള്ള കുട്ടീനെ കല്യാണം കഴിച്ചു കൊടുക്കാം. അങ്ങനെയുണ്ടോ? ഓ അങ്ങനെ കഴിക്കുന്ന അങ്ങനെ പിന്നെന്താ, അത് നമ്മളെ നാട്ടിൽ ഇപ്പൊ പ്രശ്നമാണ്, അതുകൊണ്ടാണ്. ഏത് നാട്ടിലായാലും നമ്മളെ ഇസ്ലാമിൽ അതാ 7 വയസ്സാണ് ഇറാഖിലെ ഇപ്പൊ പുതിയ ശരിയ നിയമം അനുസരിച്ചിട്ട് ഇസ്ലാമിക നിയമം പുനഃസ്ഥാപിച്ചോടെ 7 വയസ്സുള്ള കുട്ടീനെ കെട്ടിച്ചു കൊടുക്കാം. അതൊക്കെ അവിടെ ഒന്നും ഇല്ല, വെറുതെ എന്തെങ്കിലും പറയാം. എന്താണ് ചെയ്യാ? ഞാനത് നോക്കിയ എല്ലാ സ്ഥലത്തും ഞാൻ നോക്കിയതാണ്. എന്ത്? അവിടെയൊക്കെ എല്ലാ മുസ്ലിം രാഷ്ട്രീയത്തിലും 16, 15 ഇങ്ങനെയുള്ള പ്രായം. എവിടെ കൺസെന്റ് എന്താ ചെയ്യാ? എല്ലായിടത്തും ഈ ജനുവരിയിൽ അതായത് ഇപ്പൊ ഈ 2022 ജനുവരിയിലാണ് ഇറാഖിലെ പെൺകുട്ടികളുടെ വിവാഹപ്രായം 7 വയസ്സായിട്ട് നിജപ്പെടുത്തിയിട്ട്. പക്വതായ കുട്ടികളുണ്ടാവും ചിലപ്പോ 7 വയസ്സിലോ? ഇപ്പൊ ഞാൻ പറയട്ടെ, അതായത് ഈ അഫ്ഗാനിസ്ഥാനികള്, അതേപോലെ ഇറാഖികള്, ഇറാനികള്, അവരൊക്കെ പുരുഷന്മാരും സ്ത്രീകളും എന്ന് പറഞ്ഞാൽ ഒരു അജാനുപാലും ആൾക്കാരാണ്. അപ്പൊ നമ്മളെ നാട്ടിലെ പോലത്തെ പക്വത എത്തണമെങ്കിൽ നമ്മളെ നാട്ടിനേക്കാളും സമയം കൂടുതൽ എടുക്കല്ലേ ചെയ്യാ? അല്ലല്ല, അവർക്ക് ഉള്ളതേ അങ്ങനെ തന്നെയാണ്. അതിന് എന്ത് പക്വത? ഇസ്ലാമിൽ എന്ത് പക്വത? നിങ്ങളിപ്പോ ഒരു 6 മാസം പ്രായമുള്ള ഒരു പെൺകുട്ടീനെ നിങ്ങൾ ഒരു പുതിയാപ്പിളിനെ കണ്ടിട്ട് എനിക്ക് കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചാൽ അതിപ്പോ ഒരു 80 വയസ്സുള്ള കിളവനാണെങ്കിൽ നിങ്ങൾക്ക് അത് ജായിസാണെന്ന്. മതം നിങ്ങളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ വിലക്കുന്നില്ലാന്ന്, നിങ്ങൾക്ക് അതിന് അനുവാദം ഉണ്ടെന്ന്. അതിന്റെ തെളിവ് മുഹമ്മദ് നബിയാണെന്ന്. അവിടെ തെളിവല്ല. അത് എന്താണ് ഈ പറയണത്? ഞാൻ നിങ്ങൾക്ക് ഫിഖ്ഹ് സുന്നീന്ന് വായിച്ചു തരാം. അതായത് ഇപ്പൊ 6 വയസ്സുള്ള ആഴ്ച വിവാഹം കഴിച്ചതിൽ അതില് വൈവാഹിക ജീവിതമാണ് ഉമ്മത്തുകൾ അനുകരിക്കുന്നത്. അതായത് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ വിവാഹം കഴിക്കണം. എന്താ പറയാ, ഞങ്ങൾക്ക് ഫിഖ്ഹ് സുന്നീന്ന് ഒരു ചെറിയ ഭാഗം നിങ്ങൾക്ക് വായിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അത് മാത്രം എന്താ നിങ്ങൾ? ഞാൻ വായിച്ചു തരാം നിങ്ങൾക്ക്. അതായത് നിങ്ങൾക്ക് ജായിസ് ആണ്, നിങ്ങൾക്ക് അനുവദനീയമാണ് എന്ന്. ബാല്യ വിവാഹം എന്ന് ഒരു ടൈറ്റിലിൽ തന്നെ ഈ വിഷയം ഫിഖ്ഹ് സുന്ന. നിങ്ങൾ ഫത്തുൽ മുഈൻ എടുക്കാത്ത എന്തിനാ വെച്ചാൽ ഇപ്പൊ നിങ്ങൾ സുന്നി അല്ലെങ്കിൽ ചിലപ്പോ നിങ്ങൾ ഫത്തുൽ മുഈൻ എടുക്കൂല. അപ്പോ ബാല്യ വിവാഹം എന്ന് പറയുന്ന ഫിഖ്ഹ് സുന്നയിലെ ഭാഗത്ത് പറയണ എന്താണെന്നറിയോ? അത് പണ്ടത്തെ ബുക്കൊന്നുമല്ല, ഈ പുതിയ കിതാബ്. അതന്നെ, ബാല്യവിവാഹം ഈ രാജ്യത്ത് ഉണ്ടായിരുന്നു. ഈ രാജ്യത്തിനും ലോകത്തിന്റെയും കാര്യമല്ല, ഞാൻ ഇസ്ലാമിന്റെ ഹുക്കുമാണ് പറയണത്. നിങ്ങൾ എന്തെങ്ങനെ? ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഹുക്കുമല്ലേ, അല്ലാതെ നമ്മളെ നാട്ടിലെ നിയമമല്ലല്ലോ. ഓരോ നാട്ടിലും മനുഷ്യന്മാരുണ്ടാക്കുന്ന നിയമമല്ല, അള്ളാന്റെ നിയമം കടഞ്ഞെടുത്ത ഫിഖ്ഹ്. നിങ്ങൾ കേട്ടോളൂ. ഞാൻ 2-3 വരി ഞാൻ വായിച്ചു തരാം. പ്രായപൂർത്തിയായ സ്ത്രീകളെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. എന്നാൽ ബാലികയെ അവളുടെ സമ്മതം കൂടാതെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് പിതാവിനും പിതാമഹനും അനുവദനീയമാകുന്നു. കാരണം അവൾക്ക് അഭിപ്രായ പ്രകടനത്തിനുള്ള പാകതയില്ല. അവളുടെ താല്പര്യം പരിഗണിക്കുകയും അത് പരിരക്ഷിക്കുകയും ചെയ്യുന്നവനാണ് പിതാവും പിതാമഹനും. അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ പുത്രി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷയെ ബാലികയായിരിക്കെ അവരുടെ സമ്മതം ആരായാതെ നബിക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയുണ്ടായി. എന്തുകൊണ്ടെന്നാൽ അവരുടെ സമ്മതം പരിഗണനീയമാവാൻ മാത്രം പ്രായം അവർക്കുണ്ടായിരുന്നില്ല. അപ്പം ബാലികമാരെ ശൈശവ വിവാഹം, ബാലിക വിവാഹമൊക്കെ ചെറിയ പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാൻ വാപ്പാർക്കും വലിയപ്പാർക്കും വാപ്പാക്കും വലിയപ്പാക്കും മാത്രമേ അധികാരമുള്ളൂ. അത് നമ്മൾ പറയണം. മറ്റുള്ള വലിയമാർക്ക് ഇല്ല. വാപ്പാക്കോ വലിയപ്പാക്കോ ആണെങ്കിൽ പെൺകുട്ടികളെ സമ്മതം ചോദിക്കാതെ ഏത് പ്രായത്തിൽ, ഇപ്പൊ 2 വയസ്സോ 1 വയസ്സോ 6 മാസം ഒക്കെ ഉള്ള പെൺകുട്ടികളെ 80 വയസ്സോ 90 വയസ്സോ 62 വയസ്സോ 53 വയസ്സോ ഒക്കെ ഉള്ള കിളവന്മാർക്കാണെങ്കിലും കെട്ടിച്ചു കൊടുക്കാൻ വാപ്പാക്കും വലിയപ്പാക്കും അവകാശമുണ്ട്. അതിന് തെളിവ് മുഹമ്മദ് നബി ആയിഷേനെ അബൂബക്കർ കെട്ടിച്ചു കൊടുത്തതാണ്. ഇപ്പോഴും ഉണ്ടെന്ന് ഇസ്ലാമിൽ. എന്ത് ഈ കാലങ്ങൾ എന്ത്? പിന്നെ ഇസ്ലാമിന്റെ ഹുക്കും അറിയുമ്പോ പിന്നെ നിങ്ങൾ ഈ കാലം പറയണ എന്തിനാ? ഇസ്ലാമിൽ ഒരു നിയമം പറഞ്ഞത് ലോകാവസാനം വരെയല്ലേ? ഇസ്ലാമിലെ ഹുക്കുമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഉള്ള ആൾക്കാരൊന്നും ഇസ്ലാം അല്ല. ഉറപ്പല്ലേ?
ഇസ്ലാം അല്ല അതെല്ലാം മീൻസ് പണ്ടത്തെ ഇസ്ലാം അല്ല എന്ന് പറഞ്ഞാല് ഇസ്ലാമിൽ അനുവദനീയമാണെങ്കിൽ നാട്ടിലെ നിയമത്തെ പേടിച്ചിട്ടും അടക്കി പിടിച്ച് ജീവിക്കുന്നവരാണ് കുറെ പേര്. അല്ലാന്ന്. ഉം അതാ നിങ്ങൾക്ക് ഞാൻ ആണെന്നേ ചോദിപ്പാണ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മള് കല്യാണപ്രായം 18 വയസ്സാണല്ലോ. നമ്മളെ നാട്ടില് ഈ 17 വയസ്സും 355 ദിവസം ആകുമ്പോ കല്യാണം ഉറപ്പിച്ചിട്ട് 18ാമത്തെ ബർത്ത്ഡേന്റെ പിറ്റേ ദിവസം കൂട്ടി കൊണ്ടുപോകണ എത്രയോ സംഭവങ്ങൾ നിങ്ങളെ ചുറ്റും നടക്കണില്ലേ? നിങ്ങൾ കണ്ണടച്ചിട്ട് എന്താ കാര്യം? ഇല്ലേ? ഉണ്ട്. അതിപ്പോ ഈ കുട്ടിക്ക് 15 വയസ്സിലോ 14 വയസ്സിലോ 12 വയസ്സിലോ ആണെങ്കിലും കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ മതത്തിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഈ 18 വയസ്സാവെ കാത്തു നിൽക്കുന്നത് എന്തുകൊണ്ടാ? നമ്മളെ നാട്ടിലത്തെ നിയമം സമ്മതിക്കാത്തോണ്ടല്ലേ, പിടിച്ചകത്തിടുന്നുള്ളതുകൊണ്ടല്ലേ? അതും നിങ്ങൾക്ക് അറിയില്ലേ? പെൺകുട്ടി പ്രായപൂർത്തിയാകുക എപ്പോഴാ? എപ്പോഴാ നിങ്ങൾ പറയും? അതിന് ഇസ്ലാമിലെ കല്യാണം പെൺകുട്ടിയുടെ പ്രായപൂർത്തിയും തമ്മിൽ ഒരു ബന്ധമില്ല സുഹൃത്തെ, സഹോദര. പ്രായപൂർത്തിയായാൽ ആ പ്രായപൂർത്തിയാകണം എന്ന ഒരു നിബന്ധന ഇസ്ലാമിക വിവാഹത്തിൽ ഇല്ല. കൊല്ലം കാത്തു നിന്നത് വൈവാഹം, അതായത് വൈവാഹ എവിടെ എഴുതിയിട്ടില്ല മുഹമ്മദ് നബി പ്രായപൂർത്തി എത്താൻ വേണ്ടിയിട്ടാണ് ആയിഷന്റെ കാര്യം. നിങ്ങൾ തെളിവ് തരും. അങ്ങനെ ഇല്ല. മുഹമ്മദ് നബി ആയിഷനെ കാണാൻ കാത്തിരുന്നത് പിന്നെ പ്രായപൂർത്തി എത്താനായിരുന്നു എന്ന് പറയുന്നതിന് ഒരു തെളിവില്ല. എന്ന് മാത്രമല്ല, അത് തെറ്റാണെന്നുള്ളത് ഞാൻ തെളിവ് തരാം. മുഹമ്മദ് നബീനെ മണിയറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോ എന്തിനാ കൊണ്ടുപോകണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ആയിഷയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് ഉണ്ട്. കുട്ടികളെ കൂടെ കളിച്ചോണ്ടിരിക്കായിരുന്നല്ലോ. അതൊക്കെ ശരി തന്നെ. കുട്ടികളെ കൂടെ കളിച്ചോണ്ടിരുന്നായിരുന്നു, കളിപ്പാട്ടങ്ങൾ കൊണ്ടാണ് കളിച്ചത്, അതൊക്കെ ശരി തന്നെയാണ്. ഇല്ലാന്നൊന്നും അല്ല പറയുന്നത്. പിന്നെ എന്താ ഈ പക്വത പ്രായപൂർത്തിയൊക്കെ നിങ്ങൾ ഇസ്ലാമിന്റെ കല്യാണത്തിൽ എന്തിനാ കൊണ്ടുവന്ന് കെട്ടണം? ഇസ്ലാമില ഇല്ലല്ലോ. പക്വതയും പ്രായപൂർത്തി ഉണ്ട്. എവിടെ നിങ്ങൾ ഖുറാൻ വചനം തരും പ്രായപൂർത്തി എത്തണം പെൺകുട്ടീനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ എന്ന് ഇസ്ലാമിലെ ഒരു മതവിധിയില്ല. അല്ല, അങ്ങനെ ഉണ്ടോന്നല്ല ഞാൻ ചോദിച്ചത്. പിന്നെ വിവാഹം കഴിച്ച് ആയിഷ വിവാഹം കഴിച്ചപ്പോൾ പ്രായപൂർത്തി ആയിട്ടുണ്ടായിരുന്നില്ല. അയാളുടെ അഭിപ്രായം ആരായാനും മാത്രമുള്ള പക്വത ഉണ്ടായിരുന്നില്ല എന്നല്ലേ ഫിഖുസുനിൽ എഴുതി വെച്ചേ. അതാ ഞാൻ പറഞ്ഞത്, 9ാം വയസ്സിൽ വീട് കൂടുകയും 9ാമത്തെ വയസ്സിൽ വീട് കൂടാൻ കാരണം ഇതാണ് എന്നതിന് എന്താണ് തെളിവ്? നിങ്ങൾ എന്ത് തെളിവ് തരാത്ത? അത് നിങ്ങൾക്ക് അതെന്താ നിങ്ങൾ കാണാത്തത്? അത് കാണാത്തതും ബാക്കിയുള്ള നിങ്ങൾ അങ്ങനെ ഇല്ലാത്തോണ്ടാണ് കാണാത്തത്. അത് ശരി. അങ്ങനെ ഉണ്ടെന്ന് അത് നിങ്ങൾ നോക്കി. ഇല്ല, അങ്ങനെ ഇല്ല. ഇല്ലാന്ന് മാത്രമല്ല, പ്രായപൂർത്തി അത് വീട് കൂടാൻ പ്രായപൂർത്തി ആവേണ്ടതില്ല എന്നതിന് ഖുറാനിൽ തെളിവുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ ഹുക്കുമ്പ് തന്നെ തെളിവുണ്ടായി. എവിടെ? 3 വർഷം കാത്തു നിന്നത് ഇല്ല. അതാണ് ഇന്ന് നമ്മൾ പറയട്ടെ. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ 15 വയസ്സിലൊക്കെ, ഇപ്പൊ അല്ല ഇതിന് മുമ്പൊക്കെ ഒരു 15 വയസ്സിലൊക്കെ വിവാഹം ചെയ്തിട്ട് ആൾക്കാരൊക്കെ 2 കൊല്ലോ അല്ലെങ്കിൽ 3 കൊല്ലോ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലില്ല. അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലില്ല. നിങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞോളി. ഇല്ല, അങ്ങനെ കാത്തിരിക്കണം പ്രായപൂർത്തി എത്തണം എന്ന്. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ശാരീരിക ബന്ധം പുലർത്തണമെങ്കിൽ ഇവർ പ്രായപൂർത്തി എത്തണം എന്ന നിബന്ധന ഉണ്ട് എന്നല്ലേ? ഇല്ല, അങ്ങനെ നിയമം ഇല്ല. അതാണല്ലോ അവിടെ കണ്ടത്. അതായത് 6 വയസ്സിൽ നിക്കാഹ് കഴിഞ്ഞ് 9ാമത്തെ വയസ്സിൽ വീട് കൂടി. അപ്പൊ അത് നമ്മൾ ഇന്നത്തെ ഉമ്മത്തുകളും പിൻപറ്റുന്നുണ്ട്. അതായത് ഇപ്പൊ അടുത്ത കാലത്തെ ഉണ്ടായിരുന്നു അത്. ഇപ്പൊ ഞാൻ വിവാഹം കഴിക്കുമ്പോൾ ഇതേപോലെ തന്നെ സൂറത്തു തലാഖില് ഇതേ കുറിച്ച് പറയുന്ന ഒരു വചനമുണ്ട്. ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അതായത് നിങ്ങൾ ഈ പറയണത് അത് നമ്മളെ മനുഷ്യന്മാർക്ക് അങ്ങനെ ഒരു ക്ലബ് ഉള്ളതുകൊണ്ടാക്കാരം. പ്രായപൂർത്തി എത്താത്ത പിഞ്ചു കുഞ്ഞുങ്ങളുടെ മേലില് പിന്നെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള മനുഷ്യന്മാരുടെ ബോധം കൊണ്ടാണ്. അള്ളാഹുവിന്റെ നിയമത്തിൽ അതില്ല. അള്ളാഹുവിന്റെ നിയമത്തിൽ സൂറത്തു തലാഖില് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളി. സൂറത്തു തലാഖിലെ 4-ാം വചനം. ആ 4-ാം വചനത്തിൽ ഞാൻ പറയട്ടെ, ബയോളജിക്കലായിട്ട് ഒരു സ്ത്രീ ഒരു പെണ്ണ് മെൻസസ് ആകുന്നത് ഏത് പ്രായത്തിലാണ്? നിങ്ങൾ പറയാ അത് പല പ്രായത്തിലായിരിക്കും. അതെ, അത് എന്തിനാണ് ആ പ്രായം എത്തണം? അതായത് ഇവർക്ക് പീരീഡ്സ് അല്ലെങ്കിൽ മെൻസസ് സ്റ്റാർട്ട് ചെയ്യണം, ആർത്തവം തുടങ്ങണം എന്ന നിബന്ധന. ആ ആർത്തവം തുടങ്ങിയില്ല. ഇപ്പൊ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും, ഇപ്പൊ നിസ്കാരം, മതപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിർബന്ധ ബാധ്യതയാവുന്നതിന് ഒരു പ്രായപൂർത്തി ബുലൂഗിന്റെ ഒരു നിയമമുണ്ട്. ആ ബുലൂഗിന്റെ നിയമം അനുസരിച്ച് പെൺകുട്ടികളാണെങ്കിൽ ആർത്തവരക്തം പുറപ്പെടുക,
ആ ആർത്തവ രക്തം പുറപ്പെടുകയോ 15 വയസ്സാവുകയോ ചെയ്യുക. ഇതിൽ ഒന്നിൽ ബുലൂഗായിട്ട് തീരുമാനിക്കപ്പെടും. അങ്ങനെയല്ലേ? നിങ്ങൾക്ക് അറിയില്ലേ അത്? ആൺകുട്ടികളാണെങ്കിൽ അങ്ങനെ തന്നെ. ആൺകുട്ടികളാണെങ്കിൽ സ്ഖലനം സംഭവിക്കാവുന്ന പ്രായം ഉണ്ടാവുക, അല്ലെങ്കിൽ 15 വയസ്സാവുക. ഇങ്ങനെയാണ് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മതം പ്രായപൂർത്തി നിശ്ചയിച്ചിട്ടുള്ളത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആണ്. പക്ഷെ കല്യാണത്തിന്റെ കാര്യത്തിൽ ഈ 2 പ്രായപൂർത്തിയുടെയും പരിഗണന ഇല്ല. അത് ശാരീരിക ബന്ധം പുലർത്തുന്നതിനും ആ നിബന്ധന വെച്ചിട്ടില്ല. അതാണ് ഈ പറഞ്ഞത്. ഞാൻ ചോദിച്ചത് ഈ ബയോളജിക്കലായിട്ട് ഈ പ്രഗ്നന്റ് അല്ല ഇതാകുന്നത്, അതായത് മാസക്കുളി ആകുന്നത് എന്തിന്റെ സൂചനയായിട്ടാണ്? നിങ്ങൾ ബയോളജിക്കൽ ആയിട്ടുള്ള ഈ പിന്നെ പ്രത്യുൽപാദനത്തിന് ശരീരത്തിന്റെ ലക്ഷണം കാണിക്കുന്നു എന്നല്ലേ നിങ്ങളുടെ വാദം? അല്ല, അതല്ലേ പ്രായപൂർത്തി നിങ്ങൾ പറയണ? അതല്ലേ ബയോളജിക്കൽ മെച്യൂരിറ്റി നിങ്ങൾ പറയണ സാധനം? ആ, അങ്ങനെ ആവണം എന്ന് നിബന്ധനയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. അതില്ലാതെ നിങ്ങൾക്ക് അത് കാണാത്തോണ്ടാണ്. ഏതാ കാണാത്ത? ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാന്നേ. നിങ്ങൾ എടുക്കേണ്ട ഖുർആൻ വചനം ഞാൻ പറഞ്ഞുതരാം. ഖുർആൻ വചനം പറഞ്ഞുതരാം. സൂറത്ത് തൊലാഖിലെ 4-ാമത്തെ വചനങ്ങൾ എടുത്തോളി. എന്നിട്ട് അതിൽ വിശദീകരിക്കുന്നുണ്ട് ആർത്തവം എത്താത്ത ആളുകളുടെ ഇദ്ദയെ കുറിച്ച്. ആർത്തവം എത്താത്ത കുട്ടികളുടെ ഇദ്ദയെ കുറിച്ച് പറയുന്നുണ്ട്. പറയുന്നുണ്ട്. പ്രായക്കുറവ് കൊണ്ട് എന്താ നിങ്ങളോട് ഞാൻ അതിന് പറഞ്ഞുതരാ? അതായത് അല്ല, അത് അവിടെ പറയുന്നുണ്ട്. അവിടെ എന്താ പറയണ? നിങ്ങൾ പറഞ്ഞോളി. ഇംഗ്ലീഷിലാണെങ്കിൽ യങ് ഉണ്ടാവും. യങ് എന്ന് പറഞ്ഞാൽ എന്താ? യങ് ഏജ് അതന്നെ പറഞ്ഞ കുട്ടികളാ. പിന്നെ ഏജ് എന്ന് പറയുമ്പോൾ ഒരു പ്രായപരിധിയാണ്. ഏത് പ്രായപരിധി? എവിടെ പ്രായപരിധി ഉള്ളത്? എവിടെ നിങ്ങൾക്ക് പ്രായപരിധി ഉള്ളത്? അതായത് വിവാഹത്തിന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, ശാരീരിക ബന്ധത്തിന് കുട്ടികളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് ഫത്വൽ മുഈനൊക്കെ എടുത്ത് വായിച്ചാൽ നമുക്ക് അറിയും. അങ്ങനെ ഒരു നിബന്ധന ഇല്ല. എവിടെ നിങ്ങൾ എടുത്തരേ, നമുക്ക് വായിക്കാലോ. അതിനെന്താ പ്രശ്നം? നിങ്ങളിപ്പോ ഖുർആനായിട്ട് എടുത്ത് അതൊന്ന് വായിക്കും. 65:4 65:4 നിങ്ങൾ എടുത്തോളി. അതന്നെ, മെൻസസാവാത്തവരും ഇദ്ദ ഇരിക്കണം എന്നല്ലേ? മെൻസസാവാത്തോലും ഇദ്ദ ഇരിക്കണം. ഇനി നിങ്ങളോട് ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. മെൻസസാവാത്തോലും ഇദ്ദ ഇരിക്കണം നിങ്ങൾ സമ്മതിച്ചില്ലേ? അതെ, പ്രായപൂർത്തി മെൻസസ് ആവാത്ത ആളുകളുടെ യുദ്ധകാലം എത്ര മാസമാണ്? 3 മാസമാണ് അല്ലെ? മറ്റൊരു 4 മാസവും 10 ദിവസമാണ്. വിവാഹമോചിതയായിട്ടുള്ള സ്ത്രീകൾ 3 ആർത്തവ കാലയളവ് കാത്തിരിക്കണം അല്ലെ? ഈ മെൻസസ് ആവാത്ത നിങ്ങൾ ചെറിയ കുട്ടികളാണെന്ന് മനസ്സിലാക്കിയത്. ഭർത്താക്കന്മാര് മരിച്ചതാണെങ്കിൽ 4 മാസം 10 ദിവസമാണ് കാത്തിരിക്കേണ്ടത്. അങ്ങനെയല്ലേ? മെൻസസ് ആവാത്ത സ്ത്രീകൾ എന്ന് പറയുമ്പോൾ മെൻസസ് പീരീഡ്സ് തെറ്റിപ്പോകുന്ന ആൾക്കാരുണ്ട്, മെൻസസ് ആവാത്ത കുട്ടികളുടെ ആൾക്കാരുണ്ട്, സ്ത്രീകൾ എത്രയോ ഉണ്ട്. ഇപ്പോഴും 10, 20, 25 വയസ്സായിട്ടും 30 വയസ്സായിട്ടും മെൻസസ് ആവാത്ത ആൾക്കാർ ഉണ്ടല്ലോ. തെറ്റി വരുന്ന ആൾക്കാർ 2-3 മാസം കൂടുമ്പോൾ വരുന്ന ആൾക്കാർ അതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് അവിടെ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഞാൻ വായിച്ചുതരാം. സ്ത്രീകളിൽ ആർത്തവം ഇനി ആർത്തവം അതായത് യുദ്ധ നിർബന്ധമാണെങ്കിൽ ഇവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവണം കേട്ടോ. അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? മനസ്സിലാവാത്തവർക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടൂടെ? പെടാം. അപ്പൊ ആ കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ട്. അപ്പൊ അതായത് യുദ്ധ എന്ന് പറയുന്നത് ഒരു ബാധ്യത ആവണമെങ്കിൽ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ യുദ്ധ ബാധകമാവുള്ളൂ. ഭർത്താക്കന്മാര് മരിച്ചവരുടെ യുദ്ധ 4 മാസം 10 ദിവസമാണ്. വിവാഹമോചിതരായിട്ടുള്ള സ്ത്രീകൾ 3 ആർത്തവ കാലമാണ്. ഇനി ഈ പ്രായപൂർത്തി എത്താത്തതിന്റെ പേരിൽ ഞാൻ ആർത്തവ രക്തം വന്നിട്ടില്ലാത്ത സ്ത്രീകളിൽ ആർത്തവം നിലച്ചു കഴിഞ്ഞവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവരുടെ യുദ്ധ 3 മാസമാണ്. അതായത് ആർത്തവം മെനോപ്പസ് എത്തിയിട്ടുള്ളവരാണെങ്കിൽ അല്ലേ? അടുത്തത്, ഇനിയും ഋതുമതികളായിട്ടില്ലാത്തവരുടെ വിധിയും ഇതു തന്നെ. 13 ഞാനിപ്പോ നിങ്ങൾക്ക് വായിച്ചു തരുന്നത് തഫീമുൽ ഖുർആൻ. അപ്പൊ എന്റെ കയ്യിൽ പെട്ടെന്ന് കിട്ടിയത് തഫീമുൽ ഖുർആനിൽ ഇതിന്റെ വിശദീകരണം, ഈ ആയത്തിന്റെ വിശദീകരണം തഫ്സീർ കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. പ്രായക്കുറവ് മൂലം മാസമുറ ആരംഭിക്കാതിരിക്കുക, ചില സ്ത്രീകൾക്ക് വളരെ താമസിച്ച് മാത്രം ആർത്തവം തുടങ്ങുക, അപൂർവം ചിലർക്ക് ജീവിതത്തിൽ ഒരിക്കലും ആർത്തവം ഉണ്ടാവാതിരിക്കുക, ഇത്തരം അവസ്ഥകൾ നേരിടുന്ന സ്ത്രീകളുടെ ഇദ്ദ പ്രായാധിക്യം മൂലം സ്വാഭാവികമായി ആർത്തവം നിലച്ചുപോയ സ്ത്രീകളുടെ ഇദ്ദയാണ്. അതായത്
തൊലാഖ് മുതൽ 3 മാസക്കാലം. അതൊക്കെ ശരി തന്നെയാണ്. അതൊക്കെ തന്നെ ഇപ്പൊ ഞാൻ പ്രായക്കുറവ് മൂലം മാസമുറ ആരംഭിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്താ അർത്ഥം? എന്താ അർത്ഥം? എന്താ പറയാ? പ്രായക്കുറവ് മൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളാണോ? പിന്നെ ഓൽക്കുള്ള വിധി അതന്നെയാണ്. നിങ്ങൾക്ക് എവിടുന്ന കിട്ടുക? അതായത് ഒരു ഭർത്താവ് മഹർ കൊടുത്ത് കല്യാണം കഴിപ്പിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയെ ശാരീരികമായ സുഖാസ്വാദനത്തിൽ നിന്ന് തടയാൻ ആർക്കാണ് അധികാരം? മഹർ കൊടുത്ത് കല്യാണം കഴിച്ച ഒരു കുട്ടീനെ ശാരീരിക സുഖാസ്വാദനത്തിന് തടയാൻ ആർക്കാണ് അധികാരം? ആകെ അധികാരമുള്ളത് വലിയനാണ്. അതായത് പിതാവിനോ പിതാമഹനൊക്കെയാണ്, അല്ലേ? തടയാൻ ചെറിയ അവകാശമൊക്കെ ഉണ്ട്, തടയാം. പക്ഷേ അത് നിങ്ങൾക്ക് പച്ചക്ക് പറഞ്ഞു തന്നാൽ ശരിയാവും നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ഫത്തുൽ മുഈനോ ഒന്നൊക്കെ എടുത്ത് വായിച്ചു നോക്കണതാണ് നല്ലത്. ഞാൻ പറഞ്ഞാൽ ഇത് ആൾക്കാർ ഇത് കേൾക്കൂലേ? നിങ്ങളെ ദീനുൽ ഇസ്ലാമിന് അത് ഭയങ്കര കുറച്ചിലേക്കാരം. അപ്പൊ നിങ്ങൾ ഈ തെറ്റിദ്ധരിക്കുന്ന പോലത്തെ ഒരു ഏർപ്പാടും അങ്ങനെ ഒരു ഏർപ്പാടോ പ്രായപൂർത്തി എത്തണം എന്നൊരു നിബന്ധനയോ ഇതൊന്നും ഇസ്ലാമിലുള്ള കാര്യമല്ല. അതാണ് ആ കാര്യത്തിലുള്ള സംഭവം. ഓരോരോ അള്ള ഉണ്ടാക്കി വെച്ച ഓരോരോ കുലുമാലുകൾ ആലോചിച്ചു. ചെറിയ കുട്ടികളൊക്കെ ഈ കളവന്മാരുടെ ഇംഗിതത്തിന് ഉപയോഗിക്കാന് ഒരു ഉളുപ്പില്ലാതെ അനുവാദം കൊടുത്തു വെച്ചിരിക്കാണ്. എന്താ ചെയ്യാ? ഇതൊക്കെ എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാ? ഇല്ല, നമ്മൾ അംഗീകരിക്കുന്നില്ല. പക്ഷെ ഇത് സംഭവമാണെന്ന് പറയുമ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഇത് പറയാലോ, ഇത് അങ്ങനെയൊന്നും അല്ല എന്നുള്ളത്. ഒന്നും ചെയ്യാൻ അങ്ങനെ അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ ഇല്ല എന്നുള്ളത്. പിന്നെപ്പോ നിങ്ങളത് അങ്ങനെ അല്ല എന്നുള്ളത് നിങ്ങളത് ഇതാക്കി എങ്ങനെ ആ ഉമ്മത്തുകൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെയാണ് ഉമ്മത്തുകൾ ചെയ്യുക. ആ പറഞ്ഞു കൊടുത്തതിന്റെ കോലാണ് ഇപ്പൊ നമ്മളീ പറയണതേ. ആ പറഞ്ഞു കൊടുത്തതിന്റെ പ്രശ്നമാണ് ഈ പറഞ്ഞു വരുന്നത്. അത് വിശ്വാസികൾക്ക് ഒരു ഇതിന്റെ അതെന്താണെന്നുള്ളത് എപ്പോഴും എന്തിനു വേണ്ടി ഇറങ്ങിയതാണെന്നുള്ള വിശ്വാസികൾക്ക് ഉണ്ടാവും. അതാണ് അവിടെ വ്യത്യാസമുള്ളൂ. നിങ്ങൾക്ക് വേറെ എന്തോ തോന്നി, അതെങ്ങനെ അത് മോശമാണെന്ന് നിങ്ങൾക്ക് തോന്നി. വിശ്വാസികൾക്ക് അങ്ങനെയല്ല. അത് ആ വിശ്വാസം അത് അവർക്ക് ആ കാലത്ത് അന്നത്തെ സാഹചര്യത്തിൽ എന്താണോ നടന്നത് നടന്നതാണ് അന്നത്തെ ജീവിതം. അന്നത്തെ എന്താണ് നടന്നത് അതാണ് ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ബാധകമായ വിധി എന്ന് പറയുന്നത് ഒരു മണ്ടത്തരല്ലേ? അല്ലല്ലോ. അതിനെ മണ്ടത്തരാവുക. ഇപ്പൊ ഒരു സൂറത്തുണ്ട്, ഏത് നമ്മളെ പറയും ഇനി ഇതിനെ കുറിച്ചൊക്കെ ഈ ഭർത്താവ് കല്യാണം കഴിഞ്ഞ ചെറിയ കുട്ടികളെ കല്യാണം കഴിപ്പിച്ചിട്ട് എന്താ പറയാ ഭർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ കേട്ടോ ഭാര്യയുടെ ചെലവൊക്കെ കൊടുക്കേണ്ടത്. അതായത് സുഖാസ്വാദനത്തിന് ഏൽപ്പിച്ചു കൊടുക്കാന്ന് പറയാം. ഇവിടെ ഈ പറയുന്ന ആകെയുള്ള സാധനം എന്താ വെച്ചാല് സുഖാസ്വാദനത്തിനുള്ള പാകത എത്തുക എന്നുള്ളതാണ്. അല്ലാതെ എൻസസ് ആവുകയെന്നോ പ്രായപൂർത്തിയാവുകയെന്നോ എന്നുള്ള ഒരു വാക്ക് പോലെ എവിടെയില്ല. ആ സുഖാസ്വാദനത്തിനുള്ള സാധനമാണ് മെൻസസ് എന്ന് പറയുന്നത്. ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതിനെന്തിനാ അതൊക്കെ അങ്ങനെ പറയണേ? ഇല്ല അങ്ങനെ തന്നെ പറയണം. അങ്ങനെ തന്നെ പറയണമെന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കലാണ്. ഏൽപ്പിച്ചു കൊടുക്കൽ നിർബന്ധമില്ലാന്നുള്ളൂ. ഏൽപ്പിച്ചു കൊടുക്കൽ എപ്പോഴും ജായിസാണ്. ഞാൻ പറഞ്ഞുതരാം. ഭാര്യയെ ഏൽപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാവലിനുള്ള 3 നിബന്ധനകൾ ഗ്രന്ഥകർത്താവ് വിവരിച്ചത്. അഥവാ 1, ഭർത്താവ് ആവശ്യപ്പെട്ടാൽ. 2, ഭർത്താവ് ആവശ്യപ്പെട്ടത് ഭർത്താവിന്റെ വീട്ടിലായിരിക്കൽ. 3, ഭാര്യ സുഖാസ്വാദനത്തിന് പക്വത പ്രാപിച്ചിട്ടുള്ളവരായിരിക്കൽ. ഈ സുഖാസ്വാദനത്തിന് പക്വത പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി എത്തുക എന്ന് എവിടെ നിങ്ങൾക്ക് അർത്ഥം കിട്ടിയത്? എങ്ങനെ നിങ്ങൾ അത് അർത്ഥം വെച്ചൊന്ന് പറഞ്ഞേരി. അല്ല, അപ്പൊ എന്തായിരിക്കും അതിനുള്ളത്? നിങ്ങൾ പറയും. അത് വാപ്പാക്ക് തോന്നാണ്, അവൾക്ക് ഇതൊക്കെ താങ്ങാൻ പറ്റുമെന്ന് തോന്നിയാൽ മതി.
അത്രേ ഉള്ളൂ, അതൊന്നുമില്ല. അത്രേ അതൊക്കെ ഉള്ളൂ, നിങ്ങളെ തോന്നുന്നു. അത്രേ അതൊക്കെ ഉള്ളൂ. നിങ്ങളെ വർത്താനം. നിങ്ങൾ അത് പറയുന്ന നിങ്ങളെ പ്രായപൂർത്തി എത്തണം എന്ന് പറഞ്ഞാല് ആ പെൺകുട്ടി ഇസ്ലാമിന് പ്രായപൂർത്തിക്ക് കൃത്യമായ മാർഗരേഖയല്ലേ എന്താ നിങ്ങൾ പറയണേ? ഒന്നുകിൽ ഋതുമതിയാവുക, അല്ലെങ്കിൽ 15 വയസ്സ് പൂർത്തിയാവുക. ഇതിൽ ഏത് ആദ്യം സംഭവിക്കുന്നോ അപ്പൊ പ്രായപൂർത്തിയായി. ഇതാണ് ബുലൂഗിന്റെ പ്രായം. അതാണ് പറഞ്ഞാ പോരെ. അതിപ്പോ പ്രായം 15 വയസ്സിലായിട്ടില്ലെങ്കിലോ? അതിന്റെ 15 വയസ്സിൽ എന്താ ആർത്തവായിട്ടില്ലെങ്കിലോ അപ്പൊ പ്രായപൂർത്തിയാവും. ആ അതാ പറഞ്ഞേ, ഇസ്ലാമില് പ്രായപൂർത്തിക്ക് ഒരു കൃത്യമായ മാനദണ്ഡം വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഇവിടെ മാത്രം എന്തിനാ ഇങ്ങനെ വഴുക്കല് വടികുത്തണങ്ങള്? ഉണ്ടെന്നേ, ഇസ്ലാമിലുണ്ട്. ഇപ്പൊ നിസ്കാരം വാജിബാകുന്ന പ്രായം എപ്പോഴാ നിങ്ങൾ പറയും? ആൺകുട്ടിയുടെ പ്രായപ്പെഴ, പെൺകുട്ടിയുടെ പ്രായപ്പെഴ? നിസ്കാരം വാജിബാകുന്നു. ആ, നിസ്കാരത്തിന്റെ ഷർത്ത് എന്താ? നിങ്ങൾ പറയും. അല്ല സോറി, നിസ്കാരം എപ്പോഴാ ഒരാൾക്ക് ഫറലാവുന്നത്? പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും ഉള്ള ആണിനും പെണ്ണിനും നിർബന്ധമാണ്. അപ്പൊ ഈ പ്രായപൂർത്തിയും ബുദ്ധിയും എന്ന് പറയുന്നിടത്ത് പ്രായപൂർത്തി ഉണ്ട്. നിസ്കാരം നിർബന്ധമാണെങ്കിൽ പ്രായപൂർത്തി വേണം അല്ലേ? അപ്പൊ ഈ പ്രായപൂർത്തി എന്താണെന്ന് നിങ്ങൾ മദ്രസയിൽ പഠിച്ചിട്ടില്ലേ? എങ്ങനെയാ ഒരാൾ പ്രായപൂർത്തിയാവുന്നത്? എന്താണ്, എന്താ പ്രായപൂർത്തി? ഒരാൾക്ക് നിസ്കാരം നിർബന്ധമാകുന്നത്, വാജിബാകുന്നത് എപ്പോഴാ? അതായത് ഞാൻ പറയാം, അതായത് 7 വയസ്സ് മുതൽ നിസ്കരിക്കാൻ പഠിപ്പിക്കണം, ശീലിപ്പിക്കണം. 10 വയസ്സായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അടിക്കണം, നിസ്കരിപ്പിക്കണം. അവിടുന്ന് അങ്ങോട്ട് പിന്നെ കഴിഞ്ഞു. ഇല്ല, 10 വയസ്സ് അല്ല. നിർബന്ധം ആകുന്നത് എപ്പോഴാണ്? ഒരാൾക്ക് വ്യക്തിഗത നിർബന്ധമായിട്ട് ഒരു വാജിബായിട്ട് വരുന്നത് എപ്പോഴാ? ബുലൂഗിന്റെ നിബന്ധന, പ്രായപൂർത്തിയുടെ നിബന്ധന ഇസ്ലാമിൽ ഇല്ല. എന്തെങ്കിലും ഉരുണ്ട് കളിക്കണേ? നിങ്ങളോട് പറയേ. ബുലൂഗ് ആവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി. ഞാൻ പറഞ്ഞ തെറ്റാണ് നിങ്ങൾ ഉസ്താദ്മാരോട് ചോദിച്ചിട്ട് എനിക്ക് പറഞ്ഞുതരും. എല്ലാ മതവിധികളുടെയും അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ ബാധ്യതകൾ, മതപരമായ ആരാധനകളൊക്കെ ബാധ്യതയാവുന്നതിനുള്ള ബുലൂഗ് എത്തുക എന്ന് പറയുന്നത് ഒന്നുകിൽ പെൺകുട്ടിയാണെങ്കിൽ ഋതുമതിയാവുക, അല്ലെങ്കിൽ 15 വയസ്സാവുക. ആൺകുട്ടിയാണെങ്കിൽ ജനാപത്ത് പുറപ്പെടുന്ന പ്രായമാവുക, അല്ലെങ്കിൽ 15 വയസ്സാവുക. ഈ 15 വയസ്സിന് മുൻപ് ഇപ്പൊ 8 വയസ്സിലോ 9 വയസ്സിലോ ഒരു പെൺകുട്ടി ഋതുമതിയായാൽ മതത്തിന്റെ ദൃഷ്ടിയാൽ അവർ പ്രായപൂർത്തി എത്തി. അങ്ങനെയാണ്. 9 വയസ്സിൽ ഒരു പെൺകുട്ടിക്ക് ആർത്തവം തുടങ്ങിയാൽ 9ാമത്തെ വയസ്സിൽ ആ കുട്ടി പ്രായപൂർത്തി എത്തി എന്നാണ്, അല്ലേ? എത്തി. അപ്പൊ പ്രായപൂർത്തി എത്തുക എന്ന് പറഞ്ഞാ പോരെ? ഈ നിസ്കാരത്തിന്റെ സമയത്ത് പ്രായപൂർത്തി എത്തൽ ഒരു ഷർത്തായിട്ട് വെക്കുകയും കല്യാണത്തിന്റെ കാര്യത്തിലും ഭാര്യയെ ഭർത്താവിന് സുഖാസ്വാദനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ആ വാക്ക് പറയാതിരിക്കുകയും ചെയ്യുന്നതിന്റെ ലോജിക്ക് എന്താ? എന്താണ് രണ്ട്? 9 വയസ്സായി, പ്രായപൂർത്തിയായല്ലോ, അതെങ്കിലും പറയണ്ടേന്നാ ഞാൻ ചോദിക്കണതേ. ഇത് നിർബന്ധാണ് നിസ്കാരം. അപ്പൊ ഇതോ നിർബന്ധാണോ? നിർബന്ധാണെന്നാണ് ഈ പറഞ്ഞത്. ഒരാൾക്ക് ഒരു പ്രായപൂർത്തി എത്തുക എന്നൊരു നിബന്ധന വെക്കാലോ. നിങ്ങൾ ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് പ്രായപൂർത്തി എത്തണം എന്നൊരു നിബന്ധന വെച്ചൂടെ? അങ്ങനെ ഉണ്ടോ? എവിടെ? സുഖാസ്വാദനത്തിന് അതിനൊക്കെ വിശദീകരണം ഉണ്ട്, നിങ്ങളെടുത്ത് വായിച്ചു നോക്കി ഫത്തുൽ മുഈനില്. ഇനി പെനട്രേറ്റ് ഞാൻ നിങ്ങൾക്ക് പച്ചക്ക് പറഞ്ഞുതരാം. അതായത് പെനട്രേറ്റഡ്, ഈ സംഭവം പെനട്രേറ്റ് ചെയ്യാത്ത ബാഹ്യമായിട്ടുള്ള കേളികളിലൂടെ സുഖാസ്വാദിക്കാൻ ചെറിയ കുട്ടിയാണെങ്കിലും ജായിസാണ്. എന്താണ്, നിങ്ങൾ ഫിക്ക് വായിച്ചിട്ടില്ലേ? അള്ളാഹു ആയല്ലോ, അപ്പൊ അവിടെ എത്തിയോ? നിങ്ങൾ ഫിക്ക് ഫത്തുൽ മുഈനൊന്നും വായിച്ചിട്ടില്ലേ? ഞാൻ വായിച്ചു നിങ്ങൾക്ക്. നിങ്ങളെ കാര്യമായി പറഞ്ഞ അള്ളാഹു നിങ്ങളെ പറ്റിയാ പറഞ്ഞത്, അല്ല പറ്റിയല്ല പറഞ്ഞു. അല്ല എങ്ങനെയല്ലാന്ന്? അങ്ങനെ ഇല്ല. എങ്ങനെയില്ലാന്ന്? അങ്ങനെ ഒരു പ്രായം എത്തണമെന്നില്ല. സുഖാസ്വാദനം തടസ്സപ്പെടുത്താൻ ആർക്കും അവകാശമില്ല. അപ്പൊ നിങ്ങളെ ലോജിക്ക് വെച്ചിട്ട് അത് ശരിയല്ലേ? അപ്പൊ ആര് ലോജിക്ക്? ഞാൻ നിങ്ങളോട് ഇസ്ലാമിന്റെ ഹുക്കുമല്ലേ ചോദിക്കണേ? ഞങ്ങളെ ലോജിക്ക് വെച്ചിട്ട് ഈ ജാതി വർത്താനം പറയാൻ വന്നെ ചെപ്പക്കുറ്റി അടിച്ച് പൊട്ടിക്കും. എന്താ സ്വാതന്ത്ര്യത്തിന് ഇത് എതിരാവുക എങ്ങനെയാ? 6 വയസ്സായ കുട്ടീനോട് വരി, ഒരു സ്വതന്ത്ര ചിന്തകനോട് പോയി ചോദിച്ചു നോക്കി, വിവരാണ് തിരിയും.
പിന്നെ മോന്തായ ഉണ്ടാവില്ല, പിന്നെ വർത്താനം പറയേണ്ടി വരും, മോന്ത വീർത്തിട്ട്. അതൊക്കെ വെറുതെ പറയാം. നിങ്ങൾ ചെയ്യുന്നോ ഇല്ലാന്നോ എന്താ ചെയ്യാ. അപ്പൊ ഇനി അങ്ങനത്തെ ഒന്നും ചെയ്യരുത് കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പിന്നെ എന്താ പറയാ, ഇതൊന്നും അങ്ങനെയൊന്നും ഒരു നിയമം ഒന്നും ഇസ്ലാമിലില്ല. പ്രായപൂർത്തിയാവണമെന്നോ പെൺകുട്ടിക്ക് പിന്നെ 15 വയസ്സാവണമെന്നോ ഒന്നുമില്ല. ഇസ്ലാമിന്റേതായ നിയമങ്ങൾ. ഇസ്ലാമിന്റെ നിയമത്തെ കുറിച്ചാണ് ഇപ്പൊ ഇത്ര നേരം നമ്മൾ സംസാരിച്ചത്. ഇസ്ലാമിക നിയമത്തിലെ സ്ത്രീ ശരീരം എന്ന് പറയുന്നത് പുരുഷന് സുഖാസ്വാദനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം മാത്രമാണ്. ആണ്. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ വെറുതെ ഡെക്കറേഷൻ അടിക്കണ എന്തിനാ? അത് നിങ്ങൾ പച്ചക്ക് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാ നമ്മൾ ഈ പ്രായപൂർത്തിനെ കുറിച്ചൊക്കെ ആലോചിക്കണേ? പ്രായപൂർത്തിനെ പറ്റി അല്ലാതെ പറഞ്ഞു, ഞാൻ പറഞ്ഞത് പ്രായപൂർത്തിയാകണം ഒരു കുട്ടി വിവാഹം കഴിക്കണമെങ്കിൽ. അങ്ങനെ ഒരു നിയമം ഇല്ല. തെളിവ് തന്നോളി. എത്ര നേരം ഇല്ല എന്നുള്ളതിന്റെ തെളിവാ തന്നത്. വിവാഹം നിക്കാഹിന് മാത്രമല്ല, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ പോലും അങ്ങനെ ഒരു നിബന്ധന ഖുർആൻ വെച്ചിട്ടില്ല. 6 വയസ്സിൽ വിവാഹം കഴിച്ച് 9ാമത്തെ വയസ്സിൽ വീട് കൂടി. ഒരു തെളിവില്ല. 9 വയസ്സ് വരെ നബി കാത്തിരുന്നത് ആയിഷക്ക് പ്രായപൂർത്തി എത്താനായിരുന്നു എന്ന് ഒരു തെളിവ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ പറഞ്ഞോളി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ കാലഘട്ടങ്ങളിൽ അവിടുത്തെ ജനങ്ങൾ, അതായത് ഇന്നിപ്പോ നമ്മൾ നോക്കിയാൽ തന്നെ, ഞാൻ ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ അഫ്ഗാനിസ്ഥാന്, അതേപോലെ ഇറാൻ, ഇറാഖ്, ഗൾഫ്, GCC രാജ്യങ്ങള്, ഇവിടെയൊക്കെയുള്ള സ്ത്രീകളും പുരുഷന്മാരും നമ്മളെ ഇന്ത്യയിലെയും മറ്റ് രാജ്യങ്ങളിലേക്കാണ് പക്വത കൂടിയ ആൾക്കാരാണ്. ചെറിയ കുട്ടികളായാണ് പക്വത ഉണ്ടാക്കുന്നത്. അപ്പൊ 1500 വർഷം മുമ്പാണെങ്കിൽ അത് അതിലും വലുതായിരിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ പുരുഷന്മാരുണ്ട്. ആ പുരുഷന്മാരും അതേപോലെ ആയിരിക്കും. ഇപ്പൊ 75 വയസ്സായ മമ്മൂട്ടി എങ്ങനെയുണ്ട് എന്നുള്ള പോലെ ആ ഒരു ഉദാഹരണം എടുക്കാമല്ലോ നമുക്ക്. അള്ളാന്റെ റസൂൽ എന്ന് പറയുമ്പോൾ അതുപോലെ ആയിരിക്കുമല്ലോ കണക്കാക്കുക. അല്ല നമ്മളെ പോലത്തെ നമ്മളെ പോലുള്ള സാധാരണ ഒരു മനുഷ്യനായിരിക്കൂല. അള്ളാഹ് തെരഞ്ഞെടുക്കുന്ന റസൂൽ എന്ന് പറയുന്നത് ആ റസൂലിന് പല ഗുണങ്ങളും ഉണ്ടാവും. റസൂലിന്റെ ഗുണങ്ങൾ കൊണ്ടാണ് ഇപ്പൊ ഈ ജാതി വൃത്തികെട്ട നിയമങ്ങളൊക്കെ എഴുതി വെച്ചത്. എന്നിട്ടിപ്പോ ലോകത്ത് അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിന് ഏറ്റവും കൂടുതൽ വളരുന്ന മതവും ഇസ്ലാമാണ്. ആൾക്കാർ യൂറോപ്പിലെല്ലാം, ഞാൻ നിങ്ങൾക്ക് കുറെ വീഡിയോസ് എല്ലാം അയച്ചാൽ പറ്റും. എന്താ ചെയ്യാ, നിങ്ങളിപ്പോ യൂറോപ്പിലത്തെ വീഡിയോ അയച്ചൊരു കാര്യമില്ലല്ലോ. ഫത്തുൽ മുഈൻ ഫിഖ്ഹു സുന്നി എഴുതി വെച്ചതൊന്നും വായിച്ചളയാൻ പറ്റില്ലല്ലോ യൂറോപ്പിലത്തെ വീഡിയോ കൊണ്ട്. അതാണ് ഇപ്പൊ കുഴപ്പമായി. അതൊന്നും വായിച്ചു പഠിക്കും മനസ്സിലാക്കി. എന്തായാലും ഇത് ഇസ്ലാമിൽ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ വിവാഹം ആവണമെങ്കിൽ വിവാഹപ്രായം എന്ന് പറയുന്നതിന്, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പ്രായപൂർത്തിയാണെന്ന് നിയമമല്ല. അത് നിങ്ങൾ തെറ്റിദ്ധാരണയാണ്. അത് നിങ്ങൾ മാറ്റണം. വിവാഹം കഴിക്കാന്ന് മാത്രമല്ല, ശാരീരിക ബന്ധം പുലർത്തുന്നതിനും പ്രായപൂർത്തി എത്തണം എന്ന നിബന്ധന മതത്തിൽ ഇല്ല. വിവാഹത്തിലൂടെ അല്ലാണ്ട് ശാരീരിക ബന്ധത്തിൽ വിവാഹം കഴിച്ചാൽ 5 വയസ്സിൽ കല്യാണം കഴിച്ചു, പിന്നെ ശാരീരിക പക്വത എത്താൻ വേണ്ടി കാത്തിരുന്നു എന്നൊക്കെ പറയാം. അങ്ങനെ കാത്തിരിക്കണം എന്നൊരു നിബന്ധന മതത്തിൽ ഇല്ലാന്ന്. അങ്ങനെ കാത്തിരിക്കണം എന്നല്ല പറഞ്ഞത്, പ്രായപൂർത്തി ആവണം. ഇല്ല, പ്രായപൂർത്തി ആവണം എന്ന് നിയമമല്ല. ഇല്ല, അങ്ങനെ നിയമമല്ല. നിങ്ങൾ നിയമം ഉണ്ടെങ്കിൽ പറഞ്ഞോളി. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഖുർആൻ വചനോ ഹദീസും ഒക്കെ തഫ്സീറൊക്കെ വായിച്ചെന്നു. നിങ്ങൾ പ്രായപൂർത്തി എത്തണം ഒരു പെൺകുട്ടിനെ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുമായി ശാരീരിക ബന്ധം പുലർത്താനോ ഇസ്ലാമികമായി ഒരു മുസ്ലിം പെൺകുട്ടി പ്രായപൂർത്തി എത്തിയിരിക്കണമെന്ന് നിബന്ധന ഉള്ളതായിട്ട് നിങ്ങൾ തെളിവ് തന്നാൽ നമുക്ക് അത് അംഗീകരിക്കാം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ തന്നോളി. അല്ല, അത് പ്രായപൂർത്തി എത്താനാണ് നിങ്ങളോട് ആര് പറഞ്ഞു? 9 വയസ്സിൽ പ്രായപൂർത്തിയായി എന്താ തെളിവ്? ആയിഷക്ക് 9ാമത്തെ വയസ്സിൽ പ്രായപൂർത്തി ആയില്ല. എന്നാലും അത് തെളിവായി എടുത്തു. എങ്ങനെ തെളിവാക്കുക? 2 കൊല്ലം കാത്തിരുന്നത് വിവാഹ സമ്മാനം കൊടുക്കാൻ നബിക്ക് പൈസ ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. മഹർ പറഞ്ഞേൽപ്പിച്ചോ എന്തോ കൊടുക്കുന്നുണ്ടായില്ല എന്നൊക്കെ. അതുകൊണ്ടാണ്. പിന്നെ അതിന്റെ ഇടയിലാണ് ഹിജറ പോയത്. അതിന്റെ ഇടയിൽ ഹിജറ പോയി. പിന്നെ അവിടെ ചെന്നിട്ടും ആയിഷക്ക് എന്തോ രോഗം ബാധിച്ചു. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അല്ല, പ്രായപൂർത്തിയുടെ കഥ നിങ്ങൾക്ക് എവിടെ കിട്ടി? ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമല്ലോ. ഇത് അത് അതിലുണ്ട്. എവിടെ? നിങ്ങൾ പറഞ്ഞോളി. ഞാൻ കണ്ടിട്ടില്ല, അതല്ലേ പറഞ്ഞത്. നിങ്ങൾ ബാക്കിയെല്ലാം കണ്ടല്ലോ. ബാക്കിയുള്ളത് കണ്ടിട്ടുണ്ട്. ഇനി ഇല്ലാത്ത, ഇനിയിപ്പോ കാണാത്ത എങ്ങാനും നിങ്ങൾ കാണിച്ചു തന്നോളി. ഖുർആൻ വെച്ചിട്ടും ഹദീസ് വെച്ചിട്ടും ഖുർആന്റെ തഫ്സീർ വെച്ചിട്ടും കർമ്മശാസ്ത്രം വെച്ചിട്ടും ഇങ്ങനെ ഒരു നിബന്ധന ഇല്ല എന്നാണ് മനസ്സിലാവുന്നത്. ഇനി അങ്ങനെ ഒരു നിബന്ധന ഉണ്ട് നിങ്ങൾ പറയണെങ്കിൽ അതിന് തെളിവ് നിങ്ങളല്ലേ തരണ്ടേ?
അല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 6 വയസ്സെന്നുള്ളത് എവിടെയും തെളിവ് വെച്ചിട്ടില്ലല്ലോ. ആറ് ഏതെങ്കിലും ഖുർആനിലോ ആറ് ഇതിലോ വയസ്സ് ഉണ്ടോ എങ്ങനെ? 6 വയസ്സിൽ കഴിക്കണം? അല്ല അത് നിങ്ങൾ തന്നെയല്ലേ പറയണേ, 6 വയസ്സിൽ ഞാനല്ലല്ലോ. തന്നെ കഴിക്കണം? ഞാനല്ലല്ലോ, 6 നിങ്ങളല്ലേ പറയുന്നത്. 6 വയസ്സായിരുന്നു എന്ന് ഹദീസിലാണുള്ളത്. അതെ, ആ 6 വയസ്സിൽ തന്നെ എല്ലാ ലോകാവസാനം വരെയുള്ള ജനങ്ങളും ഇസ്ലാം വിശ്വസിക്കുന്ന ആൾക്കാർ 6 വയസ്സിൽ തന്നെ കല്യാണം കഴിക്കണമെന്ന് അങ്ങനെ ഇല്ല. പക്ഷെ നിബന്ധന 6 ഉണ്ടോന്ന് ഞാൻ വയസ്സിൽ ചോദിച്ചത്. കല്യാണം കഴിക്കാൻ ഏതെങ്കിലും മൊയന്ത് തീരുമാനിച്ചാൽ അതിന് അനുവാദം ഉണ്ടോ എനിക്ക്? എങ്ങനെ? അതുണ്ട്. നബി 6 വയസ്സിൽ കല്യാണം കഴിച്ചപ്പോ ആയിഷക്ക് പക്വത എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതന്നെ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, 6 വയസ്സിൽ പക്വത എത്തിയിട്ടില്ല. ആ 9ാമത്തെ വയസ്സിൽ പക്വതയായി. 9ാമത്തെ വയസ്സിൽ പക്വത എത്താൻ വേണ്ടി കാത്തിരുന്നു. നിങ്ങൾക്ക് എവിടുന്ന കിട്ടിയതല്ലേ ചോദിക്കണേ? അതല്ലേ നിങ്ങൾ എടുത്താൽ തന്നെ നോക്കാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ നോക്കി? ഇപ്പൊ എടുത്ത് ഞാൻ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. ഞാൻ ഇപ്പൊ നിങ്ങൾ വായിച്ച അത്രയും ഭാഗത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കാം. ഇസ്ലാമിൽ ഈ വിവാഹ നിയമം എന്ന് എനിക്ക് പറയുന്നത് പെൺകുട്ടികളെ, ചെറിയ ബാലികയാണെങ്കിലും ശിശു ആണെങ്കിലും ഒക്കെ പുരുഷന്റെ സുഖാസ്വാദനത്തിനെ ഓക്കെയാണെന്നോ? മുൻനിർത്തിയിട്ടാണ് എല്ലാ നിയമങ്ങളും എഴുതി വെച്ചിട്ടുള്ളത്. നിങ്ങൾ സമയം ശരി. കിട്ടുമ്പോ ഫത്തുൽ മൊയിനിലെ വിവാഹപ്രായവും അതേമാതിരി വലിയ വധുവിനെ വരനെ ഏൽപ്പിച്ചു കൊടുക്കൽ, ചെലവിന് കൊടുക്കൽ, ചെലവ് നിർബന്ധമാകുന്നത്, പ്രായപൂർത്തി എത്താത്തവളുടെ വിവാഹം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ബാബുകളുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് സമയം കിട്ടുമ്പോ ഒന്ന് വായിക്കും. ഫത്തുൽ മൊയിൻ ഒന്ന് വായിക്കും. നിങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വായിച്ചില്ലെങ്കിലും നിങ്ങളെ വീട്ടിലുള്ള പെൺകുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കും. എന്താണ് ഇസ്ലാം എഴുതി വെച്ചിരുന്നത് ഓലെങ്കിലും പഠിക്കട്ടെ. ഞാൻ എന്തായാലും ഏൽപ്പിച്ചു ഇസ്ലാമിലെ കൊടുക്കാൻ മഹറും പറഞ്ഞത് നിക്കാഹും കല്യാണമൊക്കെ വിശദമായിട്ട് ആളുകളുടെ അറിവിലേക്കായിട്ട് ചർച്ച ചെയ്യാൻ പോവാണ്. അതിലേക്ക് നമ്മളുടെ ഈ സംഭാഷണം ഉപകരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അതൊക്കെ ചെയ്തോ, അതൊക്കെ നല്ല കാര്യമാണ്. ശരി ശരി. ഞാൻ പറയുന്നത്, ഒരു പിതാവ് ആ പിതാവിന്റെ മകളെ ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കൽ, അതാണ് വിവാഹം. അല്ലാണ്ട് നിങ്ങൾ പറയും പോലെ ആ ഒരു ഇഷ്ടമുള്ള ഒരാളെ ആ വിവാഹത്തിന് പ്രായപൂർത്തി എത്തണം എന്ന നിബന്ധന ഇല്ല എന്നാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഉണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ വെറും തൊള്ളവടായി അല്ലാതെ ഒരു തെളിവും തന്നില്ല. ഇല്ല എന്നതിന് ഞാൻ ഇഷ്ടംപോലെ തെളിവ് നിങ്ങൾക്ക് തന്നു. അത് ബാക്കി നിങ്ങൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് തെളിവ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് അയച്ചു തരിക, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് വിളിക്കുക. അപ്പൊ നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ ഉസ്താദിനോട് ചോദിക്കും. നിങ്ങൾ പള്ളിക്കത്തെ ഉസ്താദിനോട് ചോദിക്കുക, അല്ല ഉസ്താദ് എങ്ങനെ പ്രായപൂർത്തി എത്തണം, കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനോ വീട് കൂടാനൊക്കെ കുട്ടിക്ക് പ്രായപൂർത്തി എത്തണം എന്നൊരു നിബന്ധന ഇസ്ലാമിൽ ഉണ്ടോ, അങ്ങനെ ഒരു ഷർത്ത് ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ ഉണ്ട് എന്നൊരു ഉസ്താദ് പറയുകയാണെങ്കിൽ അതിന്റെ തെളിവ് എനിക്കൊന്ന് പറഞ്ഞു തരും. ആ ഉസ്താദിനെ എനിക്കൊന്ന് കണക്ട് ചെയ്ത് തരും. ഞാനും ചോദിച്ചു പഠിക്കട്ടെ, എനിക്കും ഇൽമ ഉണ്ടാവട്ടെ. നമുക്കത് തിരുത്താലോ. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എനിക്കത് തിരുത്താലോ. അതാണ് ഈ കുട്ടീന്റെ വാപ്പയും ഈ പുരുഷനും കൈപിടിച്ച് പറയുന്നത്, ഇണയായും തുണയായും. ഈ കുട്ടിയുടെ പ്രായത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വാഹപ്പാന്റെയും പുതിയാപ്പിളിന്റെയും കാര്യമല്ലേ? അതാണ് വിവാഹം എന്ന് പറയുന്നത്. അല്ല, അത് മനസ്സിലായി. ആ വിവാഹത്തിൽ ഈ പെൺകുട്ടിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പെൺകുട്ടി ചിലപ്പോ അവിടെ മുട്ടിലഴിഞ്ഞ് പാപ്പം തിന്നണ പ്രായമായിരിക്കുന്നേ. ആയിക്കോട്ടെ, അതാ പറഞ്ഞ. അപ്പൊ ഈ പെൺകുട്ടിയുടെ പ്രായത്തെ കുറിച്ചാണ് നമ്മൾ ഇത്ര സംസാരിച്ചത്. അത് നിങ്ങൾ ഉസ്താദ്മാരോട് ചോദിക്കുക. അങ്ങനെ ഒരു നിബന്ധന കല്യാണം കഴിക്കുന്നതിനോ ശാരീരിക ബന്ധം പുലർത്തുന്നതിനോ പ്രായപൂർത്തി എത്തണം എന്നൊരു നിബന്ധന ഇസ്ലാമിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കേ. അതെന്താ നിങ്ങൾക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ട്? അതല്ലേ പറഞ്ഞത് ഉണ്ട് എന്നുള്ളത്. അത് നിങ്ങൾ വെറുതെ തൊള്ളപടായി പറഞ്ഞിട്ട് കാര്യമില്ലേ. അങ്ങനെ തെളിവ് തന്നിട്ടില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. എന്ന് മാത്രമല്ല, അങ്ങനെ ബാധ്യത ഇല്ല, അങ്ങനെ ഒരു നിബന്ധന ഇല്ല എന്നാണ് എല്ലാ ഗ്രന്ഥങ്ങളിലും ഉള്ളത്. അപ്പൊ ഇതിലൊന്നും ഇല്ലാത്തൊരു തെളിവ് അതിനുണ്ടെങ്കിൽ നിങ്ങൾ അത് നമുക്ക് പഠിക്കാലോ, പുതിയൊരു അറിവ് കിട്ടുമല്ലോ, എനിക്കിത് തിരുത്താലോ. നിങ്ങളൊന്ന് ഉസ്താദിനോട് ചോദിച്ചിട്ട് എനിക്ക് പറഞ്ഞുതരുമോ? അല്ല, ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞ ആവശ്യമില്ല. നിങ്ങൾ ചോദിക്കേ. നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരാം. ഞാൻ കുറെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. നിങ്ങൾ ഉസ്താദിനോട് ചോദിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും. ആയിക്കോട്ടെ. അപ്പൊ ഇനി ബാക്കി അത് കിട്ടിയിട്ട് അതിനെ കുറിച്ച് നമുക്ക് പിന്നെ അത് കിട്ടുമ്പോ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. ശരി, 1 മണിക്കൂർ ചില്ലറയായി. എന്നായിക്കോട്ടെ. ഒത്തിരി കാര്യം കൂടി, മറ്റേ രാവിലെ ശുരുവായിട്ട് നടത്തിയ സംഭാഷണം ഇതുണ്ടല്ലോ, സംവാദം, അതിൽ ഞാൻ തോറ്റില്ലേ എന്ന് പറയുന്നത്? തോറ്റോ ജയിച്ചോന്നുള്ളല്ല, പിന്നെ തോറ്റോ ജയിച്ചോന്നുള്ളല്ല. നിങ്ങൾക്ക് ഒരു സമാധാനം എന്താ കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാല്ലേ. അത് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. നിങ്ങൾ ജയിച്ചു അല്ല മറ്റോ. അല്ല, പിന്നെ ആ സംവാദത്തിനെ കുറിച്ച് എന്താ പറയാമെന്നാ പറയും. അതായത് ഈ അടിമത്തം എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അടിമത്തം എന്ന് പറഞ്ഞാൽ അടിമത്തം വേറെന്താ? ഞാനൊന്നും ഉദ്ദേശിക്കുന്നത്, നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്നത്? അടിമത്തം എന്ന് പറഞ്ഞാൽ അടിമത്തത്തെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കോളിൽ സംസാരിക്കാം. ഇപ്പൊ 1 മണിക്കൂറല്ലേ, നാളെ വിളിച്ചോളി, നമുക്ക് സംസാരിക്കാം. അല്ല, അത് വേറെ എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വിഷയമല്ലേ. അപ്പൊ നമുക്കത് വേറെ തന്നെ ഇതേപോലെ വിശദമായിട്ട് സംസാരിക്കാം. നിങ്ങൾ വിളിച്ചോളി. നാളെ മറ്റന്നാളെ നിങ്ങൾ വിളിച്ചോളി.
ഞാനിപ്പോ അടിമത്തം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് നടന്ന ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുക, അതേപോലെ അങ്ങനെയുള്ള ഒരു അതേ അടിമത്താണ്. അടിമത്തം തന്നെ, വിൽക്കുക, അതേ വാങ്ങുക. അടിമത്തം. അതൊക്കെ ഇസ്ലാമിൽ ഹലാലാണ്. അത് ഇപ്പൊ ഉണ്ടോ? അതൊക്കെ ഇസ്ലാമിൽ ഹലാലാണ്. ഇപ്പൊ ഉണ്ടോ നിങ്ങൾ അള്ളഹാനോടും നബിനോടും ചോദിക്കണം. അത് ഇസ്ലാമിൽ ഹലാലാണ്. ഇസ്ലാമിൽ എന്താ? നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഇസ്ലാമിൽ ഒരു കാര്യം പറയുമ്പോ അന്ന് ഇന്നൊന്നും പറയരുത്. അത് അങ്ങനെയൊന്നുമില്ല, എല്ലാ കാലത്തേക്കും ഉള്ളതാണ്. അപ്പൊ അതിൽ അതെ. കാര്യമില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ അടിമത്തത്തെ കുറിച്ച് അപ്പൊ ഇന്ന് ഒന്ന് നമുക്ക് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഇത് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിവരങ്ങൾ എടുത്തിട്ട് നിങ്ങൾ എന്നോട് വിളിച്ചോളി. നിങ്ങളെ കാഴ്ചപ്പാട് നമുക്ക് സംസാരിക്കാം. നോ പ്രോബ്ലം. ഓക്കെ, ഓക്കെ ശരി. സംസാരിക്കാം. ഓക്കെ, താങ്ക് യു.